ഗ്രന്ഥങ്ങളിൽ വൻ തിരുമറി നടത്തിയും വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചും കുപ്രസിദ്ധി നേടിയ കാന്തപുരം വിഭാഗത്തിന്റെ മുനയൊടിച്ച തിരൂരങ്ങാടി സംവാദത്തിന്റെ സമ്പൂർണ്ണ ദൃശ്യം. ഖാളി നിയമനത്തിന്റെ മതവിധികൾ അപഗ്രഥിച്ചുകൊണ്ട് സുന്നി പണ്ഡിതരുടെ കരുത്തുറ്റ അവതരണവും സമർത്ഥനവും, സത്യാന്വേഷികളുടെ വിശുദ്ധ വീതിയിൽ വെളിച്ചം വിതറുന്ന പ്രാമാണിക വിശകലനം, സുന്നി പണ്ഡിതരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറുന്ന വിഘടിതർ പ്രകോപിതരാവുന്ന പരിഹാസ്യ ദൃശ്യങ്ങൾ. വിഘടിതരുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും സുന്നി പണ്ഡിതരുടെ കൃത്യമായ മറുപടി. പരാജയം മറച്ചുവെക്കാൻ വിഘടിത നേതാക്കൾ സ്റ്റേജിൽ വെച്ച് ബഹളമുണ്ടാക്കി സംവാദം കലക്കാൻ ശ്രമിക്കുന്നു. സംവാദം കലക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിഘടിത നേതാക്കളെ മധ്യസ്ഥൻ കയ്യോടെ പിടികൂടി താക്കീത് ചെയ്യുന്നു. ഈ കാലിമാർക്ക് മദ്രാസ് ഗവൺമെന്റിന്റെ 1880 വകുപ്പ് പ്രകാരം കേരള നിയമവകുപ്പ് ഗവർണർക്ക് അപേക്ഷ നൽകി നിയമവകുപ്പിന്റെ അനുമതിയോടുകൂടി അംഗീകരിച്ചു വരുന്ന കാലിമാരുടെ പരമ്പരയാണ് തിരൂരങ്ങാടിയുടേത്. പറയുകയാണ് ഫിഖഹിന്റെ കിതാബിൽ വളരെ വ്യക്തമായിട്ട് അടിസ്ഥാനപരമായിട്ട് പറയുകയാണ്, വയഹ്താജു ഇലാ മുവല്ലിൻ, ഒരു നാട്ടിൽ ഖാദി നിയമിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 5 ഘടകങ്ങൾ ഒരുമിച്ച് കൂടണം. 5-ാലൊരു ഘടകം ഇല്ലാതെയായാൽ ആ നാട്ടിലേക്ക് ആ ഖാദിയല്ല. ഷാഫി മദ്ഹബാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുആഫി നിഅമഹു വയുകാഫി മസീദഹു. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر ذنوبنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ വളരെ സുപ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇവിടെ കൂടിയത്. ഒരു വാദപ്രതിവാദമെന്ന് ഞാനിതിനെ കാണുന്നില്ല. നമുക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിലുണ്ടായ 2 അഭിപ്രായത്തെ സംബന്ധിച്ച് അതിൽ എന്താണ് ദീനിൻ്റെ യഥാർത്ഥ നിർദ്ദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കൂടിച്ചേരലാണ്. ഇത് നമ്മൾ ദൗർഭാഗ്യവശാൽ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ നാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2 സംഘടിത സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹു എത്രയും വേഗം നമ്മളെ ഒന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് ഇതിനെ കണ്ടുവിടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അത് ഇവിടെ വിലയിരുത്തുന്നു. എന്നിട്ട് ഏതാണ് ശരി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. ഇതുപോലെ നമ്മളെ ഇപ്പോഴത്തെ ഈ പിളർപ്പുണ്ടാകുന്നതിന് മുമ്പും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉന്നത പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ യഥാസമയം പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വേദിയിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമായി ഇത് കണ്ടാൽ മതി. ഇത് 2 വിഭാഗത്തിൻ്റെ ഒരു വാദമുഖങ്ങൾ സ്ഥിരീകരിച്ച് 2 വിഭാഗത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് വിജയം കൈവരിച്ചു എന്നുള്ള ഒരു തീർപ്പിലേക്കല്ല ഇത് പോകേണ്ടത്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായി എല്ലാവരും ഇതിനെ കാണണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഈ വിഷയത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. തിരൂരങ്ങാടി ഖാദിയെ നിയമിച്ചതിന് ശേഷം കാളികണ്ടം മഹല്ലിലെ ആളുകൾക്ക് കൂടി ആ നിയമനം ബാധകമാണെന്നും ആ കാളികണ്ടം മഹല്ലിലെ ആളുകളെ നിയമിക്കുന്ന
സ്പോട്ടിൽ ചെന്ന് ആ നിയമനത്തിൽ പങ്കാളികളല്ലാത്തത് കൊണ്ട് അത് ബാധകമല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അടിസ്ഥാനപരമായ തർക്കം. അപ്പം അതിൻ്റെ എന്താണ് അത് ഇവിടെ പണ്ഡിതന്മാർ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിധി എന്താണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇവിടെ സമർത്ഥിക്കും. രണ്ട് ഭാഗവും അത് സമർത്ഥിക്കുന്നത്, ഒരു ഭാഗം മിഫ്താഹുൽ ഉലൂം മദ്രസ കമ്മിറ്റിയാണ് ഈ ഖാദി നിയമനത്തെ കാളികണ്ഠം മഹലിന് ബാധകമല്ല എന്ന വാദം ഉന്നയിച്ചത്. ഹയാത്തുൽ ഇസ്ലാം സംഘത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് അവർക്ക് കൂടി ഇത് ബാധകമാണ് എന്ന വാദം ഉന്നയിച്ചത്. ഇതിൽ വല്ല തടസ്സമുണ്ട്, വല്ല അഭിപ്രായവ്യത്യാസം ഉണ്ട് പറയട്ടോ. എന്തെങ്കിലും നിങ്ങളെ ഇത് നേരത്തെ ഇവർ ഉണ്ടാക്കിയ കണ്ടീഷന്റെ ഭാഗം ഞാൻ എഴുതി കിട്ടിയതിനെ അത് ആ വിവരം വെച്ചാണ് ഞാൻ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും എന്നാണ് ഇവിടെ ഉണ്ടായ തർക്കം. അപ്പൊ അതിന്റെ എന്താണ്, അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മിഫ്താഹുൽ ഉലൂം മദ്രസ കമ്മിറ്റി പ്രതിനിധികൾ അവകാശപ്പെട്ടതുപോലെ ഇത് കാളികണ്ഠം ഭാഗത്തിന് ഈ തിരുരങ്ങാടി ഖാദിയെ ഇപ്പോൾ നിയമിച്ചത് ബാധകമല്ല എന്നാണോ, അതല്ല കാളികണ്ഠം ഭാഗത്തിന് ഈ കാളികണ്ഠം മാലിന്റെ ഖാദി കൂടി ആയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടിച്ചേരൽ മാത്രമായി ഇത് കണ്ടാൽ മതി. രണ്ട് ഭാഗത്തു നിന്നും 7 വീതം പണ്ഡിതന്മാർ ഗ്രന്ഥത്തിന്റെ സപ്പോർട്ടോടുകൂടി അടിസ്ഥാനപരമായി അവർക്കുള്ള വാദമുഖങ്ങൾ ഇവിടെ നിരത്തും. അത് ഒരു ഭാഗം 15 മിനിറ്റ് അവരുടെ ഈ വിഷയ സംബന്ധമായിട്ടുള്ള വാദമുഖങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് സംസാരിക്കും. ആ സംസാരിച്ചതിനെ സംബന്ധിച്ച് 2 മിനിറ്റ് എതിർഭാഗത്തിന് വല്ല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആ ചോദ്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് ചോദിച്ചതിന് ശേഷം അടുത്തൊരു 3 മിനിറ്റ് കൊണ്ട് ഈ അവതരിച്ച വിഭാഗം അതിന് ആവശ്യമായ ഉത്തരങ്ങൾ നൽകണം. അത് കഴിഞ്ഞതിന് ശേഷം 15, 2, 17, 3, 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറുഭാഗം 15 മിനിറ്റ് വാദമുഖങ്ങൾ നിരത്തും. അതിനുശേഷം 2 മിനിറ്റ് ചോദ്യം ഉന്നയിക്കും, 3 മിനിറ്റ് ഉത്തരം പറയും. ഇങ്ങനെ തുടങ്ങിയത് മുതൽ 2 മണിക്കൂർ, 2 ഭാഗത്തിനും ഇരുഭാഗത്തിനുമായി 2 മണിക്കൂർ എത്തിയാൽ ഇത് അവസാനിപ്പിക്കും. ഈ 2 ഭാഗത്തുള്ള പണ്ഡിതന്മാരിൽ ഒരാൾ വിഷയം അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന ആൾക്ക് വല്ല സഹായവും എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ വല്ല സഹായവും, അത് അവതരണത്തിലേക്ക് വല്ല സഹായവും വേണമെങ്കിൽ ഈ 7-ൽ ഒരാളാണ് ഇത് അവതരിപ്പിക്കുക. ബാക്കിയുള്ള 6 ആളുകൾ വളരെ ശാന്തമായി സദസ്സിനും അവതരണത്തിനും ഒന്നും ഇത് പ്രശ്നം വരാത്ത രൂപത്തിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവതരണം നന്നാക്കുവാനും കൊഴുപ്പിക്കുവാനും ഒക്കെ ഉള്ള ശ്രമം നടത്താനുള്ള അവകാശം അവർക്കുണ്ട്. വേറെ യാതൊരാൾക്കും ഇവിടെ അതിൻ്റെ ഇടയിൽ സംസാരിക്കാനോ ഇടപെടാനോ ഒരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 35 വീതം ശ്രോതാക്കൾ ഈ സദസ്സിലുണ്ട്. ഈ ശ്രോതാക്കളുടെ റോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്രോതാക്കൾ മാത്രമാണ്, വേറെ യാതൊരു റോളും അവർക്കില്ല. ഇവിടെ അവതരിപ്പിക്കുമ്പോൾ 2 ഭാഗത്ത് നിന്നാണ് 35 വീതം ആളുകളുള്ളത്. ഈ 35ഉം കൂടി ഒരു ഭാഗം ശ്രോതാക്കളുടെ ഭാഗമായിട്ട് ഇതിന്റെ ഹാളിൽ പെരുമാറാൻ പാടുള്ളൂ. 2 ഭാഗത്തിന്റെ ആളായിട്ട് വന്നതാണെങ്കിലും ഇപ്പൊ ശ്രോതാക്കൾ എന്നുള്ള ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്കുള്ളൂ, വേറെ യാതൊരു റോളും നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അവിടെ സംസാരിക്കുന്ന ആളെ സംസാരം നന്നായി എന്ന് പിന്നെ ആംഗ്യം കൊണ്ടോ സംസാരം കൊണ്ടോ പ്രകടനം കൊണ്ടോ നന്നായിന്നോ മോശമായെന്നോ ഒരു തരത്തിലുള്ള പ്രതികരണം സദസ്സിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരാൾ അതിന് വിരുദ്ധമായി എന്തെങ്കിലും തരത്തിൽ ഏത് ഭാഗത്തു നിന്നായാലും ശബ്ദിക്കുക പോലും ചെയ്താൽ എന്നതിന് ശേഷം ആ ആൾക്ക് ഈ സദസ്സിലിരിക്കാൻ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. ഇത് നല്ല നിലക്ക് നമുക്ക് പിന്നെ നടത്തി തീർക്കണം. ഇത് ഉണ്ടാക്കിയ കാരണം ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ഖാദി അവിടെ ബാധകമാണോ അല്ല എന്നുള്ളൊരു ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ. ഇത് നടത്തിയ കാരണത്താൽ നമ്മൾ കൂടുതലൊരു വലിയ വിഷയത്തോടു കൂടി പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമ്മളെ കാരണത്താൽ ഉണ്ടാവരുത്. അള്ളാഹു സഹായിക്കട്ടെ. നമ്മളെല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സദസ്സിന് ഒരഭിപ്രായം പറയാൻ പാടില്ല. ഈ 7 പണ്ഡിതന്മാർക്ക് അവതരിപ്പിക്കുന്ന ആൾക്ക് പൊതുവായി സംസാരിക്കാം, ബാക്കിയുള്ളവർക്ക് 7 ആൾക്ക് തമ്മിൽ സംസാരിക്കാം എന്നല്ലാതെ 7ഉം 7ഉം തമ്മിൽ അവർക്കും സംസാരിക്കാൻ അവകാശമില്ല. എല്ലാവർക്കും നിയന്ത്രണമുണ്ട്. ഞങ്ങൾ 2 പേരും 2 ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കപ്പെട്ട ആളുകളാണ്. ഞാൻ മിഫ്താഹുൽ ഉലൂം മദ്രസ കമ്മിറ്റിക്കാരാണ് എന്നെ നിർദ്ദേശിച്ചത്. ഹയാത്തുൽ ഇസ്ലാം സംഘമാണ് ഇദ്ദേഹത്തെ നിർദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളിപ്പോൾ തീർത്തും മധ്യസ്ഥന്മാരാണ്. ഞങ്ങളെ പേരിട്ടതും മധ്യസ്ഥന്മാരെന്ന് തന്നെ.
അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയതോടുകൂടി ഈ സീറ്റ് നിഷ്പക്ഷ, ഈ ഏൽപ്പിച്ച സീറ്റ് എനിക്ക് ഭാഗമുണ്ട്, പക്ഷമുണ്ട്, യാതൊരു സംശയമില്ല, ഞാൻ പക്ഷം തന്നെയാണ് ഇക്കാര്യത്തിൽ, അത് വേറെ വിഷയം. പക്ഷെ ഞാൻ ഇരിക്കുന്ന സീറ്റ് പൂർണ്ണമായും നിഷ്പക്ഷമാണ്, അദ്ദേഹം ഇരിക്കുന്ന സീറ്റും പൂർണ്ണമായും നിഷ്പക്ഷമാണ്. അപ്പം ഞങ്ങളെ റോള് ഈ കണ്ടീഷൻ ആരെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ഉടനെ അതിൽ ഇടപെടാം. അത് മുഖം നോക്കാതെ ഇടപെടും. അത് ചിലപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം എൻ്റെ ഭാഗമാണ് അത് തെറ്റിച്ചത്, അതുകൊണ്ട് ഞാനൊന്ന് ഒന്ന് മിണുങ്ങുക എന്നുള്ള ആ സമീപനം ഞങ്ങൾ രണ്ടുപേരും സ്വീകരിക്കുന്നതല്ല. ഞങ്ങളെ നേരത്തെ സംസാരിച്ച് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തീർത്തും നിഷ്പക്ഷമായിരിക്കും. അതിലിപ്പോൾ ആർക്കും അതിലൊരു വിഷമം തോന്നുകയും ചെയ്യരുത്, അങ്ങനെ തോന്നേണ്ടതുമില്ല. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനൊന്നും ആരും തെറ്റിക്കാഞ്ഞാൽ, രണ്ട് പണ്ഡിതന്മാരാണ് രണ്ട് ഭാഗത്ത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ അത്ര പണ്ഡിതനൊന്നുമല്ല, സത്യത്തിൽ പറഞ്ഞ ജാഹിൽ എന്ന് വേണേൽ അക്കാര്യത്തിൽ പറയാം, എനിക്ക് അത് സംശയമില്ല. അപ്പോൾ അവരെ ആ കാര്യത്തിലൊന്ന് നിയന്ത്രിക്കാൻ ഞങ്ങൾ അവകാശപ്പെട്ട അധികാരപ്പെട്ടവരല്ലെങ്കിലും ഇവിടെ ഉണ്ടാക്കിയ നിബന്ധനകളിൽ നിന്ന് തെറ്റുമ്പോൾ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ നിയന്ത്രണത്തിന് അവരും വിധേയമാണ്, നിങ്ങളും വിധേയമാണ്. ഞങ്ങളെക്കാട്ടൊക്കെ എത്രയോ ഉയർന്ന ആളുകൾ, പ്രായം കൊണ്ട്, വിവരം കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട് എല്ലാ നിലക്കും ഉയർന്ന ആളുകൾ സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വളരെ വിനയപരിസരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി അപേക്ഷിക്കുകയാണ്. നിങ്ങളെക്കാട്ടൊക്കെ വളരെ ചെറിയ ആളുകളാണ്, എളിയ ആളുകളാണ്. പക്ഷെ ഇതിന് ഈ പറയപ്പെട്ട നിബന്ധനകൾ പരിശോധിക്കാനും അത് പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ബാധ്യസ്ഥരാണ് ഞങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലിടപെടും. അത് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അനുസരിക്കാതെ വരുമ്പോൾ വളരെ കർശനമായി ഇടപെടേണ്ടി വരും. അതിലൊന്നൊരു വിഷമം തോന്നരുത്. അതിന് ഇടവരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ പരിഹാരം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ സംഗതികൾ വളരെ നല്ല നിലയിൽ ഭംഗിയായി നടത്തി അവസാനിപ്പിക്കുവാനും അതിൽ നിന്ന് സത്യം ഉൾക്കൊള്ളുവാനും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് മരിക്കുന്നതുവരെ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. മരണശേഷം അള്ളാഹു നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി രണ്ടുപേർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി ബഅദ്. സമാദരണീയരായ പണ്ഡിത നേതാക്കളെ, സ്നേഹമുള്ള ശ്രോതാക്കളെ, മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഖാളിയെ നിയമിക്കുന്ന വിഷയത്തിൽ നമുക്കിടയിലുള്ള ഒരു ചെറിയ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായ ഒരു നാട്ടിൽ രണ്ട് വിഭാഗം ആളുകൾ, രണ്ട് അഭിപ്രായക്കാരുണ്ടാകുമ്പോൾ ആ അഭിപ്രായ പ്രകടനങ്ങൾ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പക്വമായി എടുത്തൊരു തീരുമാനം എന്ന നിലയ്ക്ക് ആ രണ്ട് വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാർ സന്നിഹിതരായി അവർ തമ്മിൽ ആ വിഷയത്തിൽ പ്രാമാണികമായ പിന്തുണകളുടെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു സൗഹൃദ ചർച്ച മാത്രമായി ഇതിനെ നമുക്ക് കാണാം. ആ രീതിയിൽ അത് നിർവഹിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് മനസ്സിലാക്കി അവരെ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൈനാജിയോട് ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളെ ആരെയും നിയന്ത്രിക്കാനും നിങ്ങളുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഒന്നും ഞങ്ങളൊന്നും പ്രാപ്തരല്ല. ഞാനും മൈനാജിയും ഒന്നും പ്രാപ്തരല്ല. അതേസമയത്ത് നമ്മുടെ പരിപാടിയുടെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി ചിലപ്പോൾ ചില ഇടപെടലുകളൊക്കെ നടത്തേണ്ടി വന്നാൽ അങ്ങനെ അവസരമുണ്ടാകാതിരിക്കട്ടെ, അതിനാരും അവസരമുണ്ടാക്കുകയും ചെയ്യരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇരു വിഭാഗത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരോടും ആദരണീയരായ സദസ്യരോടും വിനയമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൈനാജി ഇവിടെ ഓർമ്മപ്പെടുത്തി. സദസ്സിൻ്റെ ചുമതല, രണ്ട് പണ്ഡിതന്മാരുടെ രണ്ട് വിഭാഗത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന 7 പണ്ഡിതന്മാരുടെ ചുമതല തങ്ങൾ പ്രതിനിധീകരിച്ചെത്തുന്ന സംഘത്തിൻ്റെ വാദങ്ങളെ സമർത്ഥിക്കുക എന്നത് മാത്രമാണ്. അതേപോലെ സദസ്സിൻ്റെ ചുമതല ഇവിടെ നടക്കുന്ന പരിപാടികൾ സമാധാനപരമായി കേൾക്കുക, ഇത് കഴിഞ്ഞ് തിരിച്ചു പോവുക എന്നതാണ്. മൈനാജി ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വിഭാഗത്തിൻ്റെയും പ്രതിനിധികളായി നിയമിക്കപ്പെട്ട ആളുകളാണെങ്കിലും ഇത് തുടങ്ങി ഇത് പിരിയുന്നത് വരെ, സലാത്ത് ചൊല്ലി പിരിയുന്നത് വരെ ഞങ്ങൾ കക്ഷിത്വമില്ലാത്ത ആളുകളാണ്.
ഞങ്ങൾക്ക് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേര് മധ്യസ്ഥന്മാരെന്നാണല്ലോ, ആ പേരിനോട് ഞങ്ങൾ കൂറ് പുലർത്താൻ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇടപെടലുകളൊന്നും ഒരു കാര്യത്തിലും ഒരു വർഷത്തേക്കും നടത്താനുള്ള അവസരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉണ്ടാക്കാതിരിക്കട്ടെ. ഭാഗമായി സദസ്സിനും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ചർച്ചയുടെ നേരത്തെ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി നടത്തിയ ചർച്ചയിൽ തിരിഞ്ഞ തീരുമാനങ്ങൾ എടുത്തതൊന്ന് വായിക്കാം അല്ലേ. 20/7/2008 ഞായർ വൈകുന്നേരം 5 മണിക്ക് കാളികണ്ഠം മിഫ്താഹുൽ ഉലൂം മദ്രസയിൽ വെച്ച് കാളികണ്ഠം ഖാദി നിയമന സംവാദവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയിൽ സംബന്ധിച്ചവരും തീരുമാനങ്ങളും. മിഫ്താഹുൽ ഉലൂം മദ്രസയെ പ്രതിനിധീകരിക്കുന്നവർ MT അബൂബക്കർ ദാരിമി പുല്ലാര, ഉസ്മാൻ സഖാഫി തെഹ്താനി, ഉസ്മാൻ ബാക്കവി തെഹ്താനി. തെറ്റിയതാ, ക്ഷമിക്കുക. ഹയാത്തുൽ ഇസ്ലാം സംഘത്തെ പ്രതിനിധീകരിക്കുന്നവർ അബ്ദുറഹ്മാൻ സഖാഫി ഊരകം, മുഹമ്മദ് ഹസൻ സഖാഫി വെന്നിയൂർ. രണ്ട് വിഭാഗത്തിനും പണ്ഡിതന്മാരും പിന്നെ 2 വിഭാഗത്തിനും പ്രതിനിധീകരിച്ച് 5 മെമ്പർമാർ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് മണക്കടവൻ ഷിഹാബുദ്ദീൻ. മിഫ്താഹുൽ ഉലൂം സംഘത്തെ പ്രതിനിധീകരിച്ച് മണക്കടവൻ ഷിഹാബുദ്ദീൻ, ഫൈസൽ M, ഹംസക്കോയ PV, ഷാഹുൽ ഹമീദ് B, അബ്ദുൾ റഹീം N. ഹയാത്തുൽ ഇസ്ലാം സംഘത്തെ പ്രതിനിധീകരിച്ച് ചെമ്പൻ അലി, മൂസ A, മണക്കടവൻ ഷംസുദ്ദീൻ, M അബ്ദുട്ടി, A അലബിക്കുട്ടി ഹാജി. ഇത്രയും ആളുകളാണ്, 2 വിഭാഗത്തു നിന്നും 7 വീതം ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. തീരുമാനങ്ങൾ. 1. വാദം. തിരൂരങ്ങാടിയിൽ ഒരു ഖാദിയെ നിയമിച്ചാൽ ആ ഖാദിയെ അംഗീകരിച്ചു പോരുന്ന സ്വഭാവം പരമ്പരാഗതമായി പതിവുള്ള കാളികണ്ഠം മഹല്ലിൽ നിലവിൽ തിരൂരങ്ങാടിയിൽ ഖാദിയെ നിയമിക്കപ്പെട്ടതോടെ കാളികണ്ഠം മഹല്ലിലും ഖാദിയാകുന്നതാണ് എന്ന ഹയാത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ വാദം ശരിയല്ല എന്ന് മിഫ്താഹുൽ ഉലൂം സംഘവും വാദിക്കുന്നു. പ്രമാണങ്ങൾ. രണ്ടാമത്തെ നിയമമായിട്ട് പറയുന്നത് പ്രമാണങ്ങൾ. ഷാഫിഈ മദ്ഹബിലെ അവലംബനീയ ഗ്രന്ഥങ്ങൾ. 3. സംവാദത്തിൻ്റെ സ്വഭാവം. ഒന്നാമത് തീയതി 2008 ഓഗസ്റ്റ് 18-നും 26-നും ഇടയിലുള്ള ഒരു ദിവസം, സൗകര്യപ്രദമായ ഒരു ദിവസം, അത് ഇന്നേക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് സമയം. സംവാദത്തിൻ്റെ ആകെ സമയം 2 മണിക്കൂർ. വിഷയാവതരണങ്ങൾ 15 മിനിറ്റ് വീതം, 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം. ആദ്യം വിഷയാവതരണത്തിൻ്റെയും മറുകക്ഷിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെയും വിഭാഗത്തെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുക. സംവാദത്തിന് തീരുമാനിക്കപ്പെടുന്ന ദിവസത്തിൽ രാവിലെ 10 മണി മുതൽ 2 മണിക്കൂർ സമയം, രാവിലെ 10 മണി മുതൽ 12 മണി വരെ ആയിരിക്കുന്നത്. അത് നമ്മൾ സമയം അല്പം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുടങ്ങിയത് മുതൽക്കുള്ള 2 മണിക്കൂറായിട്ട് ഇവിടെ നിന്ന് കണക്കാക്കും. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രതിനിധികൾ. ഇരുപക്ഷത്തു നിന്നും 7 വീതം പണ്ഡിതന്മാർ, 35 വീതം ശ്രോതാക്കൾ, പിന്നെ മധ്യസ്ഥന്മാർ. ഇരുവിഭാഗത്തു നിന്നും ഓരോ വീതം മധ്യസ്ഥന്മാർ, കൺവീനർമാർ. മിഫ്താഹുൽ ഉലൂം സംഘത്തിന് വേണ്ടി മണക്കടവൻ ഷിഹാബുദ്ദീൻ, ഹയാത്തുൽ ഇസ്ലാം സംഘത്തിന് വേണ്ടി M അലവിക്കുട്ടി ഹാജി. സ്ഥലം പരിസരത്ത് ഏതെങ്കിലും സൗകര്യപ്രദമായ ഒരു ഓഡിറ്റോറിയം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത്. സൗകര്യങ്ങൾ. ഓരോ വിഭാഗത്തിനും വെവ്വേറെ മൈക്കും വീഡിയോയും പ്രസംഗപീഠവും ഉണ്ടാവേണ്ടതാണ്. അതും സംവിധാനിച്ചിട്ടുണ്ട്. ചിലവ്. ഈ സംവാദ സംബന്ധമായി ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും ഇരു വിഭാഗവും കൂടി പങ്കിട്ടെടുക്കുക. അത് 2 കൺവീനർമാരും ഇതിനടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വ്യവസായം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നിങ്ങൾ സംവാദത്തിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതാണുള്ളത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, സദസ്സിൽ നിന്നുള്ള സമ്പൂർണ്ണ സഹകരണമാണ് നമ്മുടെ പരിപാടിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അത് ഓർമ്മപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ ഇതിൽ വായിച്ചു, ആദ്യം വിഷയാവതരണം നടത്തുന്ന സംഘം ഏതാണെന്നും. ഇപ്പോൾ നേരത്തെ അഹമ്മദ് ഫൈസി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയണേ, വയനാജി പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നോന്നൊരു സംശയമുള്ളത് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്, ആദ്യം വിഷയാവതരണം നടത്തുന്ന വിഭാഗത്തോട് മറുവിഭാഗം ചോദ്യം ചോദിക്കുകയും 2 മിനിറ്റ് ചോദ്യം ചോദിക്കുകയും 3 മിനിറ്റ് മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ 45 മിനിറ്റ്, അതായത് 9 ചോദ്യോത്തര അവസരങ്ങളുണ്ടാകും. 9 ചോദ്യോത്തര അവസരങ്ങളുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 15 മിനിറ്റും 45 മിനിറ്റുമായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോദ്യം ചോദിച്ച കക്ഷികൾ പിന്നീട് വിഷയാവതരണം നടത്തും. അപ്പോൾ മറുവിഭാഗം അവരോട് 2 മിനിറ്റ് ചോദ്യം ചോദിക്കുകയും 3 മിനിറ്റ് മറുപടി കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ പൂർണ്ണമായും ഒരു വിഭാഗം വിഷയം അവതരിപ്പിക്കാനും മറുപടി പറയാനുമായിട്ട് മാറ്റിവെക്കും. അവസാനത്തെ 1 മണിക്കൂർ വിഭാഗം, രണ്ടാമത്തെ വിഭാഗം വിഷയം അവതരിക്കാനും അവർക്ക് മറുപടി പറയാനും വേണ്ടിയിട്ടുള്ള സമയമായിരിക്കും. ഇത്രയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതനുസരിച്ച് ജീവിക്കാനും
നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ മധ്യസ്ഥന്മാർ നറുക്കെടുത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി വിഷയാവതരണം നടത്തുന്നത് ഹയാത്തുൽ ഇസ്ലാം സംഘത്തെ പ്രതിനിധീകരിക്കുന്ന വിഭാഗമാണ്. അതിനുവേണ്ടി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാമിക പൊതുനിയമങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഖാളി. മതപരമായ പൊതുനിയമങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കുക എന്ന വലിയ ദൗത്യമാണ് ഖാളിമാർക്കുള്ളത്. ഈ ഖാളിമാർ സാധാരണയുള്ള മറ്റ് നിയമങ്ങളെപ്പോലെ നിയമിക്കപ്പെടുന്നവരല്ല. നമ്മുടെ മഹല്ലുകളിൽ മുദരിസിനെ നിശ്ചയിക്കുന്നത് പോലെ, ഖതീബിനെ നിശ്ചയിക്കുന്നത് പോലെ, മുഅദ്ദിനിനെ നിശ്ചയിക്കുന്നത് പോലെ ഏതെങ്കിലും ആളുകൾക്ക് അവർ നിശ്ചയിക്കുകയും അവർക്ക് തോന്നുമ്പോൾ പിരിച്ചുവിടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ നിയമനം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമല്ല ഖാളിയുടെ നിയമനത്തിലുള്ളത്. ഖാളിയെ അങ്ങനെ യഥേഷ്ടം തോന്നുമ്പോൾ നിയമിക്കാനും തോന്നുമ്പോൾ പിരിച്ചുവിടാനുമുള്ള അധികാരം ആർക്കുമില്ല. ഇങ്ങനെയാണ് ഖാളിയെ നിയമിക്കുന്ന സ്ഥിതി തന്നെ. ഇങ്ങനെ ഇസ്ലാമികമായ പൊതു നിയമങ്ങൾ അതാത് നാടുകളിൽ സമൂഹത്തിനിടയിൽ നടപ്പിലാക്കാൻ വേണ്ടി നിയമിക്കപ്പെടുന്ന ഖാളിമാർ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലുമുണ്ട്. കേരളത്തിൽ ഒട്ടനവധി ഖാളിമാരുണ്ട്. നമ്മുടെ കേരള മുസ്ലിം ചരിത്രത്തിൽ പ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു നാടാണ് പൊന്നാനി. ഈ പൊന്നാനിയിൽ നിന്നാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും ആദ്യകാലത്ത് ഖാളിമാരെ പറഞ്ഞയക്കാറുള്ളത്. ഈ പൊന്നാനിയുടെ ഖാളിമാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശൃംഖലയാണ് 4 നൂറ്റാണ്ടോളം പഴക്കമുള്ള തിരൂരങ്ങാടി ഖാളി പരമ്പര. വളരെ അപൂർവമായി നിലനിൽക്കുന്ന ഖാളി പരമ്പരകളിൽ ഒന്നാണ്. തിരൂരങ്ങാടി എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ, നാടുകളിൽ അവിടെ നിയമിക്കപ്പെടുന്ന ഖാളിമാർ, ആ ഖാളിമാരെ അംഗീകരിക്കുന്ന സ്വഭാവമുള്ള പരിസരത്തെ നാടുകൾ, ഇങ്ങനെ ഒരു വലിയ പ്രദേശങ്ങളുടെ ഖാളിയായി നിയമിക്കപ്പെടുന്നത് തിരൂരങ്ങാടിയിലാണ്. ഈ തിരൂരങ്ങാടി ഖാളിമാരെന്ന് പറയുന്നത് ഖാളിയുടെ പ്രത്യേകമായ പേരിൽ അറിയപ്പെടുന്നതല്ല. ഇന്നുവരെ അങ്ങനെ ഒരു പശ്ചാത്തലവുമില്ല. തിരൂരങ്ങാടിയിൽ 4 നൂറ്റാണ്ട് കാലമായി പഴക്കമുള്ള ഖാളിമാരെ കുറിച്ചെല്ലാം പറയാറ് തിരൂരങ്ങാടി ഖാളിമാരെന്നാണ്. ആ ഖാളിയുടെ പേരല്ല പരാമർശിക്കാറ്. ഈ തിരൂരങ്ങാടി എന്ന നാടിന്റെ നാമധേയത്തിലാണ് അറിയപ്പെടാറ്. ഇങ്ങനെ തിരൂരങ്ങാടിയിൽ 4 നൂറ്റാണ്ട് കാലമായി മഹാന്മാരായ ഖാളിമാർ നിയമിക്കപ്പെടുകയും അവരുടെ ഈ ഇസ്ലാമിക പൊതു നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വരികയാണ്. ഇങ്ങനെ തിരൂരങ്ങാടിയിലെ 4 നൂറ്റാണ്ട് കാലത്തെ ഖാളി പരമ്പരയിലെ ആദ്യത്തെ ഖാളിയാണ് പൊന്നാനിയിലെ ബഹുമാനപ്പെട്ട ഹലിഹസൻ തങ്ങൾ മഖ്ദൂം. അവരാണ് തിരൂരങ്ങാടിയിൽ ആദ്യമായി ഖാളിയായി നിയമിക്കപ്പെടുന്നത്. അതിനുശേഷം ഇന്ന് 23ാമത് ഖാളിയാണ് തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട ഖാളി. ഇങ്ങനെ അലിഹസൻ മഖ്ദൂം തൊട്ട് ഒട്ടനവധി മഹാന്മാരായ പണ്ഡിതന്മാർ, ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി, അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന സയ്യിദാലിക്കോയ തങ്ങൾ, ബാവ മുസ്ലിയാർ,
ആറ്റക്കോയ തങ്ങൾ, കോയക്കുട്ടി തങ്ങൾ അടക്കമുള്ള ചരിത്രത്തിൽ നമുക്ക് പരാമർശിച്ചാൽ കിട്ടാവുന്ന ഒട്ടനവധി കാളിമാർ, ഈ 23 കാളിമാരിൽ 22 കാളിമാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ 22 കാളിമാരും അലി ഹസൻ തങ്ങൾ മഖ്ദൂമിയുടെ കാലശേഷമായി തിരൂരങ്ങാടിയിലെ 4 നൂറ്റാണ്ട് പഴക്കമുള്ള വലിയ പാരമ്പര്യമുള്ള ഒരു കാളി പരമ്പരയാണ്. ഈ കാളി പരമ്പരയെ അംഗീകരിച്ചു പോരുന്ന സ്വഭാവമാണ് തിരൂരങ്ങാടിയിലും തിരൂരങ്ങാടിയുടെ പരിസരങ്ങളിലുള്ള വലിയ നാടുകൾക്കുള്ളത്. തിരൂരങ്ങാടിയുടെ പഴയ ചരിത്രം എടുത്തു നോക്കിയാൽ തിരൂരങ്ങാടി എന്ന് പറയുന്നതിന്റെ മറ്റേ ഒരറ്റം തിരൂരങ്ങാടിയിലെ ജുമുഅത്ത് പള്ളി കഴിഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്നത് കോട്ടക്കലിലെ പാലപ്പുറ പള്ളിയായിരുന്നു. നമ്മുടെ പരിസരങ്ങളിൽ പിന്നെ മറ്റൊരു പള്ളിയില്ലായിരുന്നു. ഇങ്ങനെ വലിയ ഒരു ഏരിയയിൽ ഒട്ടനവധി നാടുകളിൽ അലി ഹസൻ മഖ്ദൂമിന്റെ കാലം തൊട്ട് ഈ കാളി പരമ്പര നിലനിൽക്കുകയാണ്. അങ്ങനെ മഹാന്മാരായ മമ്പുറം തങ്ങന്മാരായ ഹസൻ ജിഫിരി തങ്ങളും ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദബീല തങ്ങളടക്കമുള്ള മഹാന്മാരായ സച്ചരിതരായ തങ്ങന്മാര് പോലും ഈ കാളിമാരെ അംഗീകരിച്ച് അവരുടെ നിയമനവും അവരുടെ ഭരണവും സമൂഹത്തിനിടയിൽ നടപ്പിലാക്കുന്നതിൽ വലിയ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരൂരങ്ങാടിയിലെ ഈ പരമ്പരാഗതമായ കാളി കുടുംബം ഇത് 4 നൂറ്റാണ്ട് നിലനിൽക്കുന്നതിനോടുകൂടെ നമ്മുടെ പരിസരങ്ങളിൽ ഈ കാളിമാരെ, ഈ പരിസരത്തെ നാടുകൾ കൂടി അംഗീകരിക്കുന്ന ഈ കാളിമാരെ അംഗീകരിച്ചു വരുന്നതിൽ, നിയമിച്ചു വരുന്നതിൽ തിരൂരങ്ങാടി ഇത്രയും കാലം നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യങ്ങൾക്ക് വിധേയമായാണ് 23 കാളിമാരെയും തിരൂരങ്ങാടിയുടെ കാളി പരമ്പരയുടെ ചരിത്രത്തിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അലി ഹസൻ മഖ്ദൂം തൊട്ട് ഇന്നുള്ള അബ്ദുള്ള കുട്ടി മുസ്ലിയാർ മഖ്ദൂമി വരെ ഈ ഗണത്തിൽ നിയമിക്കപ്പെട്ട കാളിമാരാണ്. അവരെ തിരൂരങ്ങാടിക്കാർ അവരെ കാളിയായി നിയമിക്കുകയും മറ്റ് നേരത്തെ തന്നെ തിരൂരങ്ങാടി കാളിയെ അംഗീകരിച്ചു വരുന്ന നാട്ടുകാർ, ആ നാട്ടുകാർ ഈ കാളിയെ അംഗീകരിച്ചു പോരുകയും ചെയ്യുക എന്ന ഒരു പരമ്പരാഗതമായ സ്വഭാവം അത് തിരൂരങ്ങാടി കാളി പരമ്പരയുടെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകതയുള്ള കാളി പരമ്പരയാണ് തിരൂരങ്ങാടിയുടേത്. ഇവിടെ പരിസരങ്ങളിലെ ആളുകൾ തിരൂരങ്ങാടിയിൽ ഒരു കാളിയെ നിശ്ചയിച്ചാൽ ആ കാളിയെ അംഗീകരിക്കുന്ന സ്വഭാവമാണ് നേരത്തെ തന്നെ തിരൂരങ്ങാടി കാളിമാരെ അംഗീകരിച്ചു പോരുന്ന നാട്ടുകാർക്കുള്ളത്. ഏത് പരിസരത്തുള്ള മഹല്ലുകൾ, ഇവിടെ വിവാദത്തിലിരിക്കുന്ന കാളികണ്ഠം മഹൽ ഉൾപ്പെടെ ഒരുപാട് നാടുകൾ, അവിടങ്ങളിലെല്ലാം നിങ്ങളുടെ കാളി ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കാളി തിരൂരങ്ങാടി കാളിയാണ്. നിങ്ങൾക്ക് മാസം ഉറപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മാസം ഉറപ്പിക്കാൻ തിരൂരങ്ങാടിയിൽ നിന്ന് മാസം ഉറപ്പിക്കണം. ഈ പ്രയോഗവും ഈ പാരമ്പര്യവും ഈ സ്വഭാവവും തിരൂരങ്ങാടി കാളി പരമ്പരയുടെ പ്രത്യേകതയായി നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള തിരൂരങ്ങാടിയിലെ കാളിമാരെ അംഗീകരിച്ചു പോരുന്ന കാളികണ്ഠം ഉൾപ്പെടെ ഒട്ടനവധി നാടുകൾ, എന്തിന് പുതുപ്പറ, വാളക്കുളം, അതുപോലെ നമ്മുടെ ക്ലാരി, അതുപോലെ പെരുവള്ളൂര്, ഇങ്ങ് പാലത്തിങ്ങൽ തുടങ്ങി മൂന്നിയൂരടക്കമുള്ള കാളിമായ സ്ഥലങ്ങളിൽ, നാടുകളിൽ ഈ കാളിമാരുണ്ട്. ഈ കാളിമാർക്ക് മദ്രാസ് ഗവൺമെന്റിന്റെ 1880 വകുപ്പ് പ്രകാരം കേരള നിയമവകുപ്പ് ഗവർണർക്ക് അപേക്ഷ നൽകി നിയമവകുപ്പിന്റെ അനുമതിയോടുകൂടി അംഗീകരിച്ചു വരുന്ന കാളിമാരുടെ പരമ്പരയാണ് തിരൂരങ്ങാടിയുടേത്. ആ അംഗീകരിക്കുന്ന പത്രത്തിൽ തന്നെ, സാക്ഷി പത്രത്തിൽ, ഗവർണർ ഒപ്പിട്ട് നൽകിയ പത്രത്തിൽ കാണാൻ കഴിയും ഈ കാളിയെ നിയമിക്കുന്നത് തിരൂരങ്ങാടിയിലാണ്. ആ തിരൂരങ്ങാടി കാളിയുടെ അധികാര പരിധി തിരൂരങ്ങാടി വില്ലേജ്, മൂന്നിയൂർ വില്ലേജ്, AR നഗർ വില്ലേജ്, കണ്ണമംഗലം വില്ലേജ്, പെരുവള്ളൂർ വില്ലേജ്, തെന്നല വില്ലേജ്, വേങ്ങര വില്ലേജ് എന്ന് പറയുന്ന ഈ വില്ലേജുകളുടെ പേരടക്കം പരാമർശിച്ച് ഈ റവന്യൂ വില്ലേജുകളിൽ അവിടുത്തെ മുഹമ്മദൻസിന്റെ കാളിയായി കേരള ഗവൺമെന്റിന്റെ നിയമവകുപ്പ് വളരെ അംഗീകാരത്തോടുകൂടി ഗവർണർക്ക് സമർപ്പിക്കുകയും ഗവർണർ അംഗീകരിക്കുകയും ചെയ്ത ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള മദ്രാസ് ഗവൺമെന്റിന്റെ 1880 ആക്ട് പ്രകാരമുള്ള കാളിമാരാണ് തിരൂരങ്ങാടിയിൽ തുടർന്നു വരുന്നത്. ഈ കാളി പരമ്പരയെ അംഗീകരിക്കുന്ന ഒട്ടനവധി നാടുകൾ, 100ഓളം നാടുകൾ ഇന്നും തിരൂരങ്ങാടി കാളിയുടെ അധികാര പരിധിയിലുള്ള നാടുകളാണ്. ഈ പരിധിയിൽപ്പെട്ട ഒരു നാടാണ് കാളികണ്ഠം എന്ന് പറയുന്നത്. കാളികണ്ഠത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ 1936 ശേഷമാണ് കാളികണ്ഠം നാടെന്ന് പറയുന്ന ഈ പ്രത്യേകമായ നാട് രൂപപ്പെട്ടു വരുന്നത്. ഇവിടെ നേരത്തെ തിരൂരങ്ങാടിയായിരുന്നു ഞാൻ നേരത്തെ പരാമർശിച്ച
തിരൂരങ്ങാടിയുടെ തൊട്ടടുത്ത് പിന്നീടുണ്ടായിരുന്നത് പാലപ്പറ പള്ളിയായിരുന്നു. ഇങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്തൊന്നും പള്ളികളും പ്രത്യേകമായ നാടുകളുമില്ലായിരുന്നു. ഈ കാളികണ്ഠം മഹല്ലിൽ 1936 മുതൽ അവിടെ മഹല്ല് രൂപപ്പെട്ടത് മുതൽ കാളിയായി നിലവിലുള്ളത് തിരൂരങ്ങാടി കാളിയാണ്. ആ കാളികണ്ഠത്തുകാർ പറയും, നിങ്ങൾക്ക് മാസം ഉറപ്പിക്കുന്നത് ആരാണ്? തിരൂരങ്ങാടി കാളിയാണ്. നിങ്ങളുടെ കാളി ആരാണ്? ഞങ്ങളുടെ കാളി തിരൂരങ്ങാടി കാളിയാണ്. ആ കാളിയുടെ പേരല്ല പരാമർശിക്കാറ്, അവിടെ പരാമർശിക്കപ്പെടുന്നത് തിരൂരങ്ങാടി കാളി എന്ന പ്രയോഗമാണ്. ഇക്കാലമത്രയും ഈ കഴിഞ്ഞ സമയം വരെ ഇപ്പോഴും സമൂഹം മൊത്തത്തിൽ പറയും ഞങ്ങളുടെ കാളി തിരൂരങ്ങാടി കാളിയാണ്. ഇങ്ങനെയുള്ള ഒരു പരമ്പരയാണ് തിരൂരങ്ങാടി കാളി പരമ്പരയിൽ ഈ കാളികണ്ഠമടക്കം ഇവിടെ അംഗീകരിച്ചു വരുന്നത്. എന്നാൽ ഈ കാളികണ്ഠം മഹലിലെ കാളിയുടെ നിയമനം അത് തിരൂരങ്ങാടിയിൽ കാളിയെ നിശ്ചയിക്കുന്നതോടുകൂടി കാളികണ്ഠത്തുകാർക്ക് കൂടി കാളിയാണ്. ഇത് പറയുന്നത് കേവലം വാക്കുകൾ കൊണ്ടല്ല, ഇത് പറയുന്നത് മരണപ്പെട്ടുപോയ ഷാഫി മദ്ഹബിലെ പ്രമുഖരായ ഷാഫി പണ്ഡിതന്മാർ അവരാണിത് പറയുന്നത്. അത് തന്നെയാണ് തിരൂരങ്ങാടിയുടെ പാരമ്പര്യവും. ഇക്കാലമത്രയും തിരൂരങ്ങാടിയിൽ ഒരു കാളിയെ നിയമിച്ചാൽ ആ കാളിയെ പ്രത്യേകമായി തിരൂരങ്ങാടിയെ അംഗീകരിച്ചു പോരുന്ന നാട്ടുകാർ മറ്റു നാട്ടുകാർ അവരെന്ത് ചെയ്യുന്ന സ്വഭാവമില്ല, പ്രത്യേകമായി അവരെ ബൈഅത്ത് ചെയ്യുന്ന സ്വഭാവം തിരൂരങ്ങാടിയുടെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ തിരൂരങ്ങാടിയിലെ കാളിമാരെ അംഗീകരിച്ചു പോരുന്ന കാളികണ്ഠത്തും വിശുദ്ധമായ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാളി തിരൂരങ്ങാടിയിൽ ഒരു കാളിയെ നിയമിക്കപ്പെട്ടാൽ ആ കാളി തന്നെ തിരൂരങ്ങാടിയിലും കാളിയാണ് എന്നത് വളരെ വ്യക്തമാകുന്നതാണ്. ഷാഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥങ്ങളായ തുഹ്ഫയും നിഹായയും മുഗ്നി ഉൾപ്പെടെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നിരത്തി ഈ വാദം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്തിനു പറയണം, ഷാഫി മദ്ഹബിലെ പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിലെ മഹാനവറുകളുടെ തുഹ്ഫ 10ാം വാല്യം 120ാം പേജിൽ കാണാൻ കഴിയും. ഫർഉൻ യുഷ്തറതു തഈനു മാ യുവല്ലാ ഫീഹി നഅം മിൻ ഇത്തറദ ഉർഫുൻ ബിതബഇയ്യതി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയതിഹാ ദഖലത് തബഅൻ ലഹാ. ഈ വിശുദ്ധമായ ഇബാറത്ത്, ഈ മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളുടെ പ്രയോഗം ഇവിടെ വളരെ വ്യക്തമാണ്. മുഗ്നിയും നിഹായ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഈ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫർഉൻ യുഷ്തറതു തഈനു മാ യുവല്ലാ ഫീഹി, ഒരു കാളിയെ നിശ്ചയിക്കുകയാണെങ്കിൽ ആ കാളിയുടെ അധികാര പരിധി നിർണയിക്കൽ, അത് നിശ്ചയിച്ചു കൊടുക്കൽ, തഈൻ ചെയ്യൽ, നിർണയിക്കൽ ഷർത്താക്കപ്പെടും. നഅം, എന്നാൽ പക്ഷേ ഒരു കാളിയെ നിയമിക്കുന്ന വിഷയത്തിൽ ഒരു നാട് മറ്റൊരു നാടിനോട് തുടർന്നു പോരുന്ന സ്വഭാവം പരമ്പരാഗതമായി ഉറുഫ് മുത്തരിദി എന്നാണ് പറഞ്ഞത്. ആ സ്വഭാവമുള്ള നാടുകൾ ഏതൊക്കെയുണ്ടോ അവിടെ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു കാളിയെ നിശ്ചയിച്ചാൽ ഈ കാളി മറ്റ് അംഗീകരിച്ചു പോരുന്ന ഉറുഫ് മുത്തരിദായ കാളിയെ നിയമിക്കുന്ന മുഴുവൻ നാടുകളിലേക്കും കാളിയാണ് എന്ന് ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ പറയുന്നു. ഈ തുഹ്ഫയുടെ വിശുദ്ധമായ ഇബാറത്തിനെ മറ്റുള്ള ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി മുഗ്നിയിലും നിഹായയിലും മറ്റു ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്നത് ആ നാടിനെ തുടർന്നു പോരുന്ന ഒരു നാട്, ആ നാടിനോട് തുടർന്നു പോരുന്ന മറ്റൊരുപാട് നാടുകൾ, ആ നാടിന്റെ സ്വഭാവമാണ്. അറബി ഭാഷയിലെ മത്ബൂ എന്ന പ്രയോഗമാണ് ഇവിടെ തിരൂരങ്ങാടിക്കുള്ളത്. ഈ തിരൂരങ്ങാടിയിൽ ഒരു കാളിയെ നിയമിച്ചാൽ ആ കാളി നേരത്തെ ഈ നാടിനെ അംഗീകരിച്ചു പോരുന്ന കാളിയെ നിയമിക്കുന്ന വിഷയത്തിൽ അംഗീകരിച്ചു പോരുന്ന മുഴുവൻ നാട്ടിലേക്കും ബാധകമാണെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി തന്റെ തുഹ്ഫയിൽ പറയുന്നത് അംഗീകരിക്കുകയാണ് ഇവിടെ ഷാഫി മദ്ഹബ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമാണ് തിരൂരങ്ങാടി അംഗീകരിച്ചു പോരുന്ന പരമ്പരാഗതമായ സ്വഭാവം 963 മുതൽ അതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 936 മുതൽ തുടങ്ങി 963 ആദ്യമായി ഗവൺമെന്റ് അംഗീകരിക്കുമ്പോൾ ഗവൺമെന്റ് അംഗീകരിച്ച മഹല്ലുകളുടെ നാടുകളുടെ 64 ലിസ്റ്റിൽ കാളികണ്ഠം മഹല്ലുണ്ട്. ഈ മഹല്ല് സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെ ഇനിത്തറത ഉറുഫും എന്ന് പറയുന്ന പ്രയോഗത്തിന് നാട് ഇങ്ങനെ ഒരു സ്വഭാവം അംഗീകരിച്ചു പോരുന്ന സ്വഭാവമുണ്ട് എന്ന് പറയുന്നതിന് ഇതിനേക്കാളേറെ തെളിവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടിയിലെ കാളി, ഇവിടെ നിശ്ചയിച്ച കാളി
എന്തുകൊണ്ടും കർമ്മശാസ്ത്രങ്ങൾ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഫുഖഹാക്കളുടെ പ്രയോഗങ്ങൾ കൊണ്ട് എല്ലാ അർത്ഥത്തിലും കാലിമാര് അവിടെ മറ്റു മഹല്ലുകളിലും നാടുകളിലും കാലിമാരാണ്. ഇതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ സമുന്നത പണ്ഡിതനായിരുന്ന ഈ ഇബാറത്തിന്റെ പിൻബലത്തിൽ, ഫുഖഹാക്കളുടെ ഈ പ്രയോഗത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് സമസ്തയുടെ സച്ചരിതനായ പണ്ഡിതനായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, മഹാനവറുകളുടെ പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ഈ അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം തിരൂരങ്ങാടിയിൽ ഒരു ഖാദിയെ നിയമിച്ചാൽ ആ ഖാദിയെ അംഗീകരിക്കുന്ന സ്വഭാവം പരമ്പരാഗതമായി പതിവുള്ള കാളികണ്ഠം മഹല്ലിൽ നിലവിൽ തിരൂരങ്ങാടിയിൽ ഖാദിയെ നിയമിക്കപ്പെട്ടതോടെ കാളികണ്ഠം മഹല്ലിലും ഖാദിയാകുന്നതാണ് എന്നാണ് മറുകക്ഷിയുടെ വാദം. ഈ വാദത്തിനക്ക് തെളിവായിട്ട് ശാഫിഈ മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരൊറ്റ രേഖയും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ശാഫിഈ മദ്ഹബിന്റെ ഒരൊറ്റ രേഖയും അവർ ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞൊരു പാരമ്പര്യം കാളികണ്ഠത്തുണ്ട് എന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, കാളികണ്ഠം മഹല്ലിന്റെ പ്രാതിനിധ്യമില്ലാതെയും തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെടുന്ന ഏതു ഖാദിയെയും അംഗീകരിച്ചു പോരുന്ന പാരമ്പര്യം കാളികണ്ഠത്തുകാർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, കാളികണ്ഠം മഹല്ലിൽ ഖാദിയെ നിയമിക്കാൻ അധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ, നല്ലോണം ശ്രദ്ധിക്കണം, കാളികണ്ഠം മഹല്ലിൽ ഖാദിയെ നിയമിക്കാൻ അധികാരമുള്ളവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട ഖാദി കാളികണ്ഠത്തു ഖാദിയാണ് എന്നുള്ളതിനിക്ക് ഏതെങ്കിലും ഒരു ശാഫിഈ മദ്ഹബിന്റെ ഇബാറത്ത് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? പിന്നെ തുഹ്ഫന്റെ ഇബാറത്ത് അവിടെ വായിച്ചത് യുസ്തറത്തു തഅയീനു മാ യുവല്ലാ ഫീഹി എന്ന് പറഞ്ഞ ഇബാറത്ത്, അതിലെവിടെയാണ് പറഞ്ഞത് അധികാരമില്ലാത്തവർ നിയമിച്ച ഖാദി തബഇയ്യത്ത് കൊണ്ട് ഖാദിയാകുമെന്ന് ആ ഇബാറത്തിൽ എവിടെ പറഞ്ഞു? തബഇയ്യത്തുള്ള പ്രദേശങ്ങൾ സ്വയം നിർണിതമായതുകൊണ്ട് ഇനി തഅയീൻ വേണ്ടതില്ല എന്ന് പറഞ്ഞ ആ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ തെളിവ് നിരത്താൻ സാധ്യമല്ല. എവിടെയാണ് ആ ഇബാറത്തിൽ പറഞ്ഞത് അധികാരമില്ലാത്തവർ നിയമിച്ച ഖാദിയാകും തബഇയ്യത്ത് കൊണ്ട് എന്ന് എവിടെ പറഞ്ഞു? അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി യദ്രിക്നി യാ റസൂലല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം, വിഷയാവതരണത്തിൽ കാളികണ്ഠം മഹല്ലിൽ തിരൂരങ്ങാടിയിൽ ഖാദിയെ നിയമിച്ചാൽ അതുകൊണ്ട് കാളികണ്ഠം മഹല്ലിൽ ഖാദിയാകും, തിരൂരങ്ങാടി കാളികണ്ഠം മഹല്ലിൽ ഖാദിയാകും എന്നതിന് ഷാഫി ഫിഖ്ഹിലെ ഒരൊറ്റ ഇബാറത്തും ഉദ്ധരിച്ചിട്ടില്ല എന്നാണ് ഒന്നാമത്തെ ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യം. ഞാൻ മറുപടി പറയുന്നു, സഹോദര, നിങ്ങൾ ഷാഫി ഫിഖ്ഹിനെ കുറിച്ച് ബാലപാഠം അറിയുമെങ്കിൽ തിരൂരങ്ങാടി ഖാദി എന്നോ കാളികണ്ഠം മഹല്ല് എന്നോ തുഹ്ഫയിലോ ഷാഫി ഫിഖ്ഹിലോ ഉണ്ടാവില്ല സുഹൃത്തെ. ബാബു കോടഞ്ചേരി എന്ന് നമ്മളെ ഒറ്റ ഫിഖ്ഹിന്റെ കിതാബിൽ ഉണ്ടാവില്ല. ഫിഖ്ഹിന്റെ കിതാബിൽ ഉണ്ടാവൽ എന്താണ്? ഇതിന്റെ നിയമം ഉണ്ടാവല്. ആ നിയമം ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ വളരെ ഭംഗിയായി പറഞ്ഞു. തുഹ്ഫന്റെ ഇബാറത്ത് വായിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യം ഇവിടെ ഞങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും അതുപോലെ ഇമാം മുഹമ്മദുർ റംലി തന്റെ നിഹായത്തുൽ മുഹ്താജിലും മറ്റ് ഗ്രന്ഥങ്ങൾ മുഴുവനും ഈ മസ്അല രേഖപ്പെടുത്തി വെച്ചതാണ്. ഒരു അംഗീകൃത ഖാദിയെ പിൻപറ്റിപ്പോരുന്ന പാരമ്പര്യമുള്ള നാടുകളിൽ അവിടേക്ക് തൗലിയത്ത് ഇല്ലാതെ തന്നെ തബഇയ്യത്ത് കൊണ്ട് തന്നെ ഖാദിയാകുമെന്ന കാര്യം തുഹ്ഫ പറഞ്ഞിട്ടുണ്ട്, മുഗ്നി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിഹായ പറഞ്ഞിട്ടുണ്ട്, ഇമാം മാവാദി പറഞ്ഞിട്ടുണ്ട്, ഇമാം എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ള മസ്അല
ഈ പാരമ്പര്യമായി നിലനിൽക്കുമ്പോ ഇപ്പുറത്ത് തൗലിയത്ത് കൊണ്ടല്ല കാളിയാകുന്നത്, ഇപ്പുറത്ത് തബഇയ്യത്ത് കൊണ്ടാണ്. തബഇയ്യത്ത് കൊണ്ട് കാളിയാകുമ്പോ പിന്നെ അവിടെ എവിടെ തൗലിയത്ത് എന്ന് ചോദിക്കുന്നത് തന്നെ ആ തൗലിയത്ത് എന്താണെന്നോ അല്ലെങ്കിൽ ഇബാറത്ത് തബഇയ്യത്ത് എന്താണെന്നോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. കാളികണ്ഠം മഹല്ലിൽ ഇങ്ങനെ കാളിയാകും എന്ന് തുഹ്ഫ എന്ന് പറയുന്ന കിതാബിലോ ഷാഫി മദ്ഹബിലെ മറ്റ് കിതാബിലോ കാളികണ്ഠത്തിന്റെ പേര് പറഞ്ഞുണ്ടാവില്ല സഹോദര. അതിന് പറ്റിയ ഇബാറത്താണ് ഉണ്ടാവുക. നിങ്ങൾ ഇത്രക്ക് കൊച്ചായി പോകരുത്. വലിയ പണ്ഡിതന്മാരാകുന്ന ആളുകൾ കൊച്ചായി പോകുമ്പോൾ അത് ശ്രോതാക്കൾ വിലയിരുത്തും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ തർക്കം ഷാഫി ഫിഖ്ഹിലെ പ്രബല ഗ്രന്ഥങ്ങളാണ്. അവരൊക്കെ പറയുന്നു നഅം ഇനിത്തറദ ഉർഫുൻ ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയത്തിഹാ, പരമ്പരാഗതമായി ഇങ്ങനെ പിൻപറ്റി പോരുന്ന ഒരു സമ്പ്രദായമുണ്ടെങ്കിൽ ദഹലത്ത്, ഈ നാടും അതിന്റെ കൂടെ കടക്കും. തബഅല്ലഹ, ഇതിനോട് താബിയായിട്ടാണ്. തബഇയ്യത്ത് കൊണ്ടാണ്, തൗലിയത്ത് കൊണ്ടല്ല. അത് രണ്ടും നിങ്ങൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം. തൗലിയത്ത് എന്ന് പറഞ്ഞാലാണ് മുവല്ലി തൗലിയത്ത് ചെയ്യുന്ന ആളൊക്കെ ആവശ്യമുള്ളൂ. കിതാബിൽ കാളികണ്ഠം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ആ ചോദ്യമല്ല ഞങ്ങൾ ചോദിച്ചത്. കാളികണ്ഠം മഹല്ലത്തുകാരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളി കാളികണ്ഠത്ത് കാളിയാണോ എന്നുള്ളതിന് ആധാരമായ ഇബാറത്ത് ഏതാണെന്നാണ് ചോദിച്ചത്. കാളികണ്ഠം എന്നവിടെ പരാമർശിച്ച വാക്യത്തെ അവിടെ ബയാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഉദ്ധരിച്ച ഇബാറത്ത് തുഹ്ഫയുടെ തബഇയ്യത്തിന്റെ ഇബാറത്താണ്. പക്ഷേ നഅം ഇനിത്തറദ ഉർഫുൻ ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയത്തിഹാ ദഖലത് തബഅല്ലഹാ എന്ന് പറഞ്ഞ ആ ഇബാറത്തിൽ അതിന്റെ തൊട്ടു മുമ്പ് എന്താ പറഞ്ഞത്? നഅം യുസ്തറതു തഅയീനു മാ യുവല്ലാ ഫീഹി, ഖാദിയെ നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സ്ഥലങ്ങളെ എല്ലാം നിർണയിച്ചു കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് തബഇയ്യത്ത് മുത്തരിതായ സ്ഥലങ്ങൾ നിർണയിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മുവല്ലിയില്ലാതെ നിയമിക്കാൻ അധികാരമില്ലാത്തവരുടെ പ്രാതിനിധ്യമോ നിയമനമോ ഇല്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളികണ്ഠത്തേക്ക് കാളിയാകും എന്നുള്ളതിനേക്ക് എവിടെയാണ് അവിടെ ഇബാറത്തുള്ളത്? തബഇയ്യത്തുള്ള നാടുകളിൽ തഅയീൻ വേണ്ടതില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് തബഇയ്യത്ത് അഥവാ പാരമ്പര്യമുള്ള നാടുകളിൽ തൗലിയത്തോ അല്ലെങ്കിൽ മുവല്ലിയോ നിയമനാധികാരമുള്ളവരുടെ നിയമനം വേണ്ട എന്ന് ആ ഇബാറത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, കാളികണ്ഠം മഹല്ലിന്റെ പ്രാതിനിധ്യമില്ലാതെയും തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെടുന്ന ഏതു കാളിയെയും അംഗീകരിച്ചു പോരുന്ന പാരമ്പര്യം കാളികണ്ഠത്തുകാർക്കുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ആ വാദം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചോദ്യം മാത്രവുമല്ല, കാളികണ്ഠം മഹല്ലിൽ ഖാദിയെ നിയമിക്കാൻ അധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളികണ്ഠത്തു കാളിയാണ് എന്നതിനിക്ക് ശാഫിഈ മദ്ഹബിൽ നിന്ന് ആധികാരികമായ ഏതെങ്കിലും ഒരു കിതാബിന്റെ ഉദ്ധരണി കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അധികാരമില്ലാത്തവർ നിയമിച്ചാൽ ആ നിയമനം തബഇയ്യത്ത് കൊണ്ടുപോയാലും ആ നിയമനം ഒരിക്കലും സാധുവല്ല. എന്റെ സഹോദരൻ ഒന്നാം ചോദ്യമായപ്പോഴേക്കിനെ വിയർക്കാൻ പാടില്ല. ഇപ്പോഴേ വിയർത്താൽ നമുക്ക് ഇനി 2 മണിക്കൂർ കഴിയാനുള്ളതാണ്. നിങ്ങൾ മഹാവിഡ്ഢിത്തമാണ് ആ ചോദിച്ചിട്ടുള്ളത്. കാരണം ഇബാറത്തിലുള്ളത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ തുഹ്ഫയിൽ പറഞ്ഞിരുന്നത് എന്താ? നഅം യുസ്തറതു തഅയീനു മാ യുവല്ലാ ഫീഹി ഫർഉൻ യുസ്തറതു തഅയീനു മാ യുവല്ലാ ഫീഹി നഅം ഇനിത്തറദ ഉർഫുൻ ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ ദഖലത് തബഅല്ലഹാ എന്ന് പറഞ്ഞ ഷാഫി ഫിഖ്ഹിലെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ്, ആ തുഹ്ഫ, മുഗ്നി, നിഹായ, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ നീണ്ട നിര, ആ മാലപ്പടക്കത്തിന് ഞാൻ ഇവിടെ തിരികൊളുത്താൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, ആ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ തഅയീന് വേണ്ട എന്നാ പറഞ്ഞത്, തൗലിയത്ത് വേണ്ട എന്നല്ല. അതായത് അവിടെയും തൗലിയത്ത് വേണം, അവിടെയും തൗലിയത്ത് വേണമെങ്കിൽ കൂട്ടരെ പിന്നെ ഈ തബഇയ്യത്ത് എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? അവിടെയും തൗലിയത്ത് ചെയ്യുക, ഇവിടെയും തൗലിയത്ത്, അവിടെയും കാളിയാക്കുക, ഇവിടെയും കാളിയാക്കുക. അത് വെവ്വേറെ മസല, സ്വന്തം കാളിയാക്കലല്ലേ. പിന്നെ ഈ തബഇയ്യത്ത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങൾ വളരെ ക്ഷീണിച്ച മസ്തിഷ്കവുമായിട്ടാണ് ഈ സംവാദത്തിന് വന്നിട്ടുള്ളത് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. തീരെ ചിന്തിക്കുന്നില്ല. അപ്പൊ ആ പറഞ്ഞത് രണ്ടും ഒന്നാണ് സഹോദര. തഅയീനിന്റെ വിഷയമാണ്. തൗലിയത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും തൗലിയത്ത് വേണം, അവിടെയും തൗലിയത്ത് വേണമെങ്കിൽ പിന്നെ തബഅൽ
തബഅല്ലഹ എന്ന് പറയുന്ന ഈ തബഇയ്യത്തിൽ എന്താ അർത്ഥമാണുള്ളത്? നിങ്ങൾ തീരെ ചിന്തിക്കാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഷാഫി ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തെളിയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ നഅമിരി തറദ ഉർഫുൻ ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ. ഒരു നാട് കാളികണ്ഠം മഹല്ല് എന്ന് പറയുന്ന മഹല്ല് ഞാൻ ഉദാഹരണം പറയുകയാണ്. അവർ അംഗീകരിച്ചു പോരുന്ന സമ്പ്രദായമുണ്ട്. ലിബിലാദിൻ, തിരൂരങ്ങാടി കാളിയോട്, ഫി തൗലിയത്തിഹ, തിരൂരങ്ങാടി കാളിയെ നിയമിക്കുന്നതിൽ ആ നിയമനത്തിൽ അംഗീകരിച്ചു പോരുന്ന സമ്പ്രദായമുണ്ടെങ്കിൽ ദഖലത്ത് തബഅല്ലഹ, കാളികണ്ഠം മഹല്ലും ഇതാ തിരൂരങ്ങാടി കാളിയോട് ആ നിയമനത്തിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 10-ാം വാള്യം 120-ാം പേജ്, ശ്രോതാക്കൾ മറക്കണ്ട, തുഹ്ഫ 10-120 കഴിഞ്ഞില്ല. ഇമാം മുഹമ്മദുർ റംലി തന്റെ നിഹായത്തുൽ മുഹ്താജിൽ വളരെ വ്യക്തമായി പറയുന്നു, 8-244 ഇതേ മസല പറയുന്നു. പദങ്ങൾ വേറെയാണെങ്കിലും മുഗ്നിൽ മുഹ്താജ് എന്ന ഷാഫി മദ്ഹബിലെ മറ്റൊരു പ്രമുഖ ഗ്രന്ഥം, ആ മുഗ്നിയിലും ഇതേ കാര്യം തന്നെ 481-ാമത്തെ പേജിൽ പറയുന്നു. ഷാഫി മദ്ഹബിൽ തുഹ്ഫയും നിഹായയും മുഗ്നിയും ഇത്തിഫാഖായാൽ, ഏകോപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു അഭിപ്രായത്തിന് നിലനിൽപ്പില്ല. അതിന്റെ മുന്നിൽ പിന്നെ നിങ്ങളുടെ ദുർവ്യാഖ്യാനത്തിന് പഴുതില്ല സഹോദര, പഴുതില്ല. അതിവിടെ നിലനിൽക്കുകയില്ല. അതിനൊക്കെ പുറമെ 450-ൽ വഫാത്തായ ഇമാം മാവർദി റഹിമഹുല്ലാഹ് തന്റെ അദബുൽ ഖാലി എന്ന ഗ്രന്ഥത്തിൽ ഇതേ മസല പറയുന്നു. ഇമാം മാവർദി തന്നെ തന്റെ അൽ ഹാവിൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇത് തന്നെ പറയുന്നു. അസ്സലാമു അലൈക്കും. പ്രതിപക്ഷ അംഗങ്ങൾ പ്രകോപിതരാകരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇപ്പോൾ തന്നെ പ്രകോപിതരാ, പിന്നെ കുറച്ച് അങ്ങോട്ടെത്തിയ തീരെ പ്രകോപിതരാകേണ്ട ആ ശേഷി പോലും ഇല്ലാതാകുമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഉത്തരം പറഞ്ഞാൽ മതി, പ്രകോപിതരാകണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ വളരെ സമാധാനത്തോടെയാണ് ചോദിക്കുന്നത്. സാവധാനത്തിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ പ്രകോപിതരായി ഉത്തരം പറഞ്ഞു എന്ന് സൃഷ്ടിക്കേണ്ട രൂപമുണ്ടാക്കരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഞങ്ങളെ ചോദ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. തഈനുമായുവല്ല ഫീഹി എന്ന് പറഞ്ഞതിൽ ഒരു മുവല്ലിയില്ലാതെ തഈൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞങ്ങളെ ചോദ്യം. നിയമനാധികാരമുള്ളവർ ഒരു കാളിയെ നിശ്ചയിക്കുമ്പോൾ അവർക്ക് പ്രത്യേകം തഈൻ ചെയ്യേണ്ടതില്ല. അതിൽ തബആയി പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ ഏതോ ആളുകൾ, ഏതോ നാട്ടിലുള്ള ആളുകൾ ഏതോ നാട്ടിലേക്ക് ഞാൻ ഇന്ന കാളിയെ നിശ്ചയിച്ചിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് തബആണ് അവിടെ? എന്ത് തബഇയ്യത്താണ് അവിടെ? അധികാരമുള്ളവർ നിശ്ചയിക്കുമ്പോൾ അവിടെ തഈൻ പ്രത്യേകം വേണ്ടതില്ല, അത് താബിയായി പ്രവേശിക്കും. അധികാരമില്ലാത്ത ഏതോ നാട്ടിലെ ആളുകൾക്ക് ഏതോ നാട്ടിലുള്ള മറ്റൊരു നാട്ടിലുള്ള ആളുകൾ ഇന്നയാൾക്ക് ഇന്ന കാളിയെ നിശ്ചയിച്ചിരിക്കും എന്ന് പറയുന്നത് എത്രത്തോളം പോയത്തമാണ്. അതിന് ഷാഫി മദ്ഹബിലെ ഒരു ഗന്ധവും ഉദ്ധരിക്കാൻ കഴിയില്ല. തുഹ്ഫ പറഞ്ഞത് മുവല്ലിക്ക് തഈൻ ചെയ്യേണ്ടതില്ല എന്നാ. മുവല്ലിയല്ലാത്ത തിരൂരങ്ങാടി കാളികാർക്ക് എങ്ങനെ കാളി കണ്ടെത്തി തഈൻ ചെയ്യേണ്ടതില്ല എന്ന് പറയും? അതുകൊണ്ട് വളരെ വ്യക്തമായി മഹല്ലുൻ നിസാ പോയിന്റ് മനസ്സിലാക്കണം. മുവല്ലി ഇല്ലാതെ തഈൻ ചെയ്യാൻ പറ്റുമെന്ന് ഏത് തുഹ്ഫയിലാണുള്ളത്? മറ്റൊന്ന് ഞങ്ങളെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. കാളികണ്ഠത്തെ അധികാരമുള്ള ആളുകളില്ലാതെ കാളികണ്ഠത്ത് മുമ്പ് ഇതേപോലെ ഭാര്യമുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് എവിടെയാണ് തെളിവ്? അതിനാണ് ഉദ്ധരിക്കേണ്ടത്. അതുകൊണ്ട് വ്യക്തമായി തർക്കത്തിന്റെ പോയിന്റ് എവിടെയാണെന്ന് എന്റെ പ്രതിപക്ഷാംഗങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കാളികണ്ഠം മഹല്ലിന്റെ കാളിയായി നിയമനാധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ ഇപ്പോൾ സഹോദരൻ നേരത്തെ ചോദിച്ച കർത്താവ് എന്താണ് ചോദിച്ചത് എന്ന് പോലും അറിയാതെയാണ് പുതിയ ആള് രംഗപ്രവേശനം ചെയ്തത്. മറ്റേ ആള് പറഞ്ഞത് മറ്റേ ഇയാൾ മറന്നു. എന്നിട്ട് മൂപ്പർ പുതിയൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ നേരത്തെ ചോദിച്ചത് ഇതാണ്. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ കൂട്ടിപ്പിടിച്ച് കരയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം അതായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞു തുഹ്ഫന്റെ ഇബാറത്ത് വായിച്ചപ്പോ തഈന് വേണ്ട എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, തൗലിയത്ത് വേണ്ട എന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറഞ്ഞപ്പോ ഇപ്പൊ ചോദിക്കുക ഞങ്ങൾ ചോദിച്ചത് അതല്ല. തുഹ്ഫ പറഞ്ഞു തഈനുമായുവല്ല ഫീഹി വേണം എന്നാണല്ലോ തുഹ്ഫ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുവല്ലി ഇല്ലാതെ കാളിയെ എങ്ങനെയാണ് നിയമിക്കുക എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. സഹോദര, അത് പുതിയൊരു ചോദ്യമാണ്, നേരത്തെ ചോദിച്ച ചോദ്യമല്ല. അതിന് മറുപടി പറഞ്ഞപ്പോ നിങ്ങൾ വീടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് പുതിയ ചോദ്യം ചോദിക്കുകയാണ്. പുതിയ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു, നിങ്ങൾ കേട്ടോളൂ. തഈനുമായുവല്ല ഫീഹി, മുവല്ല ഫീഹിയായ ആ സ്ഥലത്തെ നിർണയിച്ചു കൊടുക്കണമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫയിൽ പറയുന്നു. എങ്കിൽ കാളികണ്ഠത്ത് ആരാണ്
മുവല്ലി എന്നാണ് നിങ്ങളുടെ ആനത്തലയോളം വലിപ്പമുള്ള രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയുന്നു, തുഹ്ഫയുടെ ഇബാറത്ത് നിങ്ങൾ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വന്നതിൽ എനിക്ക് വ്യസനമുണ്ട്, സങ്കടമുണ്ട്. കാരണം തുഹ്ഫ പറയുന്നത് എന്താ? തഈനുമാ യുവല്ലാ ഫീഹി, തൗലിയത്ത് നടക്കുന്ന സ്ഥലം, തൗലിയത്ത് നടക്കുന്ന സ്ഥലം ഏതോ ആ സ്ഥലത്ത് മുവല്ലി, അവിടെയാണ് മുവല്ലി വേണ്ടത്, അവിടെ നിർണയിക്കൽ ഷർത്തുമാണ് എന്നാണ്. ഇവിടെ തൗലിയത്ത് നടക്കുന്നത് തിരൂരങ്ങാടിയിലാണ്, അവിടെ മുവല്ലിയുണ്ട്, അവിടെ മുവല്ലിയുണ്ട്, അവിടെ താഹിറുൽ മുവല്ലിയാണ്. പിന്നെ എങ്ങനെയാണ് കാളി കണ്ടത്ത് അത് കാളിയാകുന്നത്? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു, തബഅയ്യത്ത് കൊണ്ടാണ് കാളിയാകുന്നത്. നിങ്ങൾ ഈ കാര്യം ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ മായുവല്ലാ ഫീഹി എന്ന് പറഞ്ഞ് സ്പീഡ് വേഗത്തിൽ പോയത് കൊണ്ടായില്ല, അതിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ല. തഈനുമാ യുവല്ലാ ഫീഹി, എവിടെയാണോ തൗലിയത്ത് നടക്കുന്നത് അവിടെ നിർണയിക്കണം, അവിടെ മുവല്ലിയും വേണം, അവിടെ മുവല്ലി വേണ്ടത്. തഈൻ എവിടെ നടക്കുന്നത്? തിരൂരങ്ങാടിയിൽ, അവിടെ മുവല്ലിയുണ്ടോ? മുവല്ലിയുണ്ട്. പിന്നെ കാളികണ്ടത്തിലേക്ക് എങ്ങനെയാണ് കാളിയാകുന്നത്? അത് തബഅ നിലക്കാണ്, അത് തബഅയ്യത്ത് കൊണ്ടാണ്, അതിന് മുവല്ലിയുടെ ആവശ്യമില്ല. അവിടെയുള്ള തൗലിയത്ത് ഇപ്പുറത്തേക്ക് താബിയാവുകയാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫയിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ദഖലത്ത് തബഅല്ലഹാ, ദഖലത്ത് തബഅല്ലഹാ, ഇങ്ങോട്ട് ആ തൗലിയത്ത് താബിയാകുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ ഇബാറത്ത് വായിച്ചിട്ടില്ല. 1ാം ക്ലാസ്സിലെ കുട്ടികൾ പോലും ചിന്തിച്ച ആ ചിന്ത നിങ്ങൾക്കുണ്ടായിട്ടില്ല. ദഖലത്ത് ആ തൗലിയത്ത് പ്രവേശിക്കുന്നു, തബഅല്ലഹാ, ആ നാട് പ്രവേശിക്കുന്നു, തബഅല്ലഹാ, തൗലിയത്തിനോട് താബിയായി പ്രവേശിക്കുന്നു എന്നാണ്. അപ്പൊ സഹോദര, തൗലിയത്ത് നടക്കുന്ന തിരൂരങ്ങാടിയിൽ മുവല്ലിയുണ്ട്, അവിടുത്തെ തൗലിയത്ത് കാളികണ്ടത്തേക്ക് തബഅയ്യത്ത് കൊണ്ടാണ് പോകുന്നത്, തബഅയ്യത്ത് കൊണ്ടാണ് പോകുന്നത്. പിന്നെ അവിടെ മുവല്ലി ആരാണ് എന്ന നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യമുണ്ടല്ലോ, അതും അപ്രസക്തമാണ്. അലവി സക്കാഫി കരുതി ആള് മാറിയപ്പം ചോദ്യം മാറിയിട്ടുണ്ടാവും. ചോദ്യമൊന്നും മാറിയില്ല, ചോദ്യം അത് തന്നെയാണ്. ആള് മാറുമ്പോൾ ചോദ്യം മാറിയിട്ടുണ്ടാവും അദ്ദേഹം മനസ്സിലാക്കിയേ. ആള് മാറുമ്പോൾ ഒന്നും ചോദ്യം മാറൂല. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആള് മാറിയപ്പോ ചോദ്യം മാറിയിട്ടില്ല. ഒന്ന്, ഞങ്ങൾ ചോദിക്കുന്നു, കാളികണ്ടത്ത് നിശ്ചയിക്കാനുള്ള അധികാരം തിരൂരങ്ങാടിക്ക് എങ്ങനെ കിട്ടി? അവരവിടുത്തെ മുവല്ലിയല്ല. ഇബ്നു ഹജർ തബഅയ്യത്ത് കൊണ്ട് സ്ഥിരപ്പെടുമെന്ന് പറഞ്ഞത് മുവല്ലി നിശ്ചയിച്ചാലാണ്. കാളികണ്ടത്തുകാരുടെ മുവല്ലി തിരുവങ്ങാടിക്കാരല്ല, അതൊരു സ്വതന്ത്ര മഹല്ലാണ്. അതുകൊണ്ട് തിരുവങ്ങാടിക്കാർ നിശ്ചയിച്ച ആ തഈനിൽ ഇത് പെടില്ല. മായുവല്ലാ ഫീ എന്ന് പറഞ്ഞാൽ തൗലിയത്താണ്, തൗലിയത്തിന്റെ സ്ഥലമാണ്. ഏതാ തുഹ്ഫ ഒന്നുകൂടി വായിക്കണം സുഹൃത്തെ. മായുവല്ലാ ഫീ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്ഥലം, വിഷയ നിർണിതങ്ങളാണ്. അതുകൊണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കണം. മറ്റൊന്ന് പ്രത്യേകം പറയാനുള്ളത്, കാളികണ്ടത്തെ മുവല്ലി തിരുരങ്ങാടിക്കാരല്ല, മറ്റൊരു മഹലിലേക്ക് നിശ്ചയിക്കാൻ ഇവർക്ക് അധികാരമില്ല. അതൊരു അക്രമവും കൂടിയാണ്. പിന്നെ എന്റെ നേരത്തെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിതരാകാൻ എന്റെ സുഹൃത്തുക്കളോട് വീണ്ടും ഉപദേശിക്കാൻ, ഉണർത്താനും ഞാൻ ആഗ്രഹിക്കുകയാണ്. കാളികണ്ഠം മഹലിന്റെ പ്രാതിനിധ്യമില്ലാതെ തിരുരങ്ങാടിയിൽ നിയമിക്കപ്പെടുന്ന ഏത് കാളിയും അംഗീകരിച്ചു പോരുന്ന പാരമ്പര്യം കാളികണ്ടത്തുകാർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അവരുടെ പ്രാതിനിധ്യമില്ലാതെ മുമ്പൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അവരുടെ ബൈഅത്തില്ലാതെ ഇങ്ങനൊന്നും നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ചരിത്രരേഖയുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, കാളികള്ളം മഹലിന്റെ കാളിയെ നിയമനാധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരുരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളികണ്ടത്തേക്കും കാളിയാണ് എന്നതിന് എന്താണ് തെളിവ്? ഇത് രണ്ടിനാണ് ചോദ്യം ഉന്നയിച്ച് ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായി വന്നവർ പറയേണ്ടത്. ചോദ്യം എന്തോ ചോദിച്ചപ്പോ ഉത്തരം വേറെന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചോദ്യത്തിന്റെ പോയിന്റ് മനസ്സിലാക്കി ഉത്തരം പറയാൻ എന്റെ പ്രതിപക്ഷാംഗങ്ങൾ തയ്യാറാകണം. എന്റെ സഹോദരൻ വളരെ വിഷമത്തിലാണ് ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞൊപ്പിച്ചത്. അലവി സക്കാഫി എന്ന പേരൊക്കെ ബറക്കത്തിന് പറഞ്ഞതാവും ഞാൻ കരുതുന്നു. അല്ലാതെ അത് പറയേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ വളരെ സാധു. ഞാൻ നേരത്തെ പറഞ്ഞു, തഈനും മാ യുവല്ലാ ഫീഹി, തൗലിയത്ത് നടക്കുന്നിടത്താണ് മുവല്ലി വേണ്ടത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 3 മിനിറ്റിൽ പറഞ്ഞിട്ടില്ല. സാധു എന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു അതിന്റെ ബറക്കത്തുണ്ടെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പക്ഷെ തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടൂല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഈനും മാ യുവല്ലാ ഫീഹി എന്ന് പറഞ്ഞാൽ തൗലിയത്ത് നടക്കുന്ന സ്ഥലത്ത് മുവല്ലി വേണമെന്നാ ഞാൻ പറഞ്ഞത്. തൗലിയത്ത് നടക്കുന്നത് തിരൂരങ്ങാടിയിലാണ്, അവിടെ മുവല്ലിയുണ്ട്. എങ്കിൽ പിന്നെ കാളികണ്ടത്തേക്ക് എങ്ങനെ വരിക എന്നാ പിന്നെയും ചോദിക്കുന്നത്. സഹോദര, അത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു, തബഅല്ലഹാ
തബഅല്ലഹ, അതിനോട് താബിയായിട്ട് തബഇയ്യത്ത് കൊണ്ട് അവിടെ മുവല്ലി ഉണ്ട് എന്നല്ല, അവിടെ തബഇയ്യത്ത് കൊണ്ടാണ്. നിങ്ങൾ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഇബാറത്ത് വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പദങ്ങൾ വായിച്ചർത്ഥം വെക്കണം, പദാനുപദം അർത്ഥം വായിക്കണം. നിങ്ങളുടെ ആ സാരം പറയുന്ന പരിപാടി ഉണ്ടല്ലോ, പോരാ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഇബാറത്ത് വായിച്ച അർത്ഥം വെച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് മനസ്സിലാകും. മറ്റൊരു കാര്യം, അയാൾ പറയുന്നത് പുതിയൊരു ചോദ്യം, പരമ്പര തെളിയിക്കണം. ഇങ്ങനെ തിരൂരങ്ങാടി മഹല്ലിൽ അല്ല കാളികണ്ഠം മഹല്ലിൽ ഇങ്ങനെ പരമ്പരാഗതമായി നിലനിൽക്കുന്നു എന്ന കാര്യം നടക്കുന്നു എന്നത് തബഇയ്യത്ത് കൊണ്ടാണ് നടക്കുന്നത് എന്നത് നിങ്ങൾ തെളിയിക്കണമെന്നാണ് പിന്നെ ചോദിച്ച മൂന്നാമത്തെ ചോദ്യം. വളരെ വലിയ ചോദ്യം. ആ ചോദ്യം സാധു ചോദിക്കുന്നത് വ്യവസ്ഥ വായിക്കാത്തത് കൊണ്ടാണ്. വ്യവസ്ഥയെങ്കിലും ഒന്ന് വായിച്ചു വരണ്ടേ വാദപ്രതിവാദത്തിന്? സഹോദര, ഈ വ്യവസ്ഥയിലുണ്ട്, ഞാൻ വായിക്കാം. തിരൂരങ്ങാടിയിൽ ഒരു കാളിയെ നിയമിച്ചാൽ ആ കാളിയെ അംഗീകരിച്ചു പോരുന്ന സ്വഭാവം പരമ്പരാഗതമായി പതിവുള്ള മഹല്ലാണ് കാളികണ്ഠം മഹല്ല് എന്ന് നിങ്ങളുടെ വ്യവസ്ഥയിൽ ഇതാ നിങ്ങൾ രണ്ടുപേരും എഴുതി ഒപ്പിട്ടതല്ലേ സഹോദര? ഇത്ര അശ്രദ്ധരാവാൻ പറ്റുമോ? തുടങ്ങുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ ഗാഫിലായാലോ? അശ്രദ്ധരാവാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ പറയുന്നത് അതോട് കാളികണ്ഠം മഹല്ലിൽ ആ നിയമനം കൊണ്ട് കാളിയാകുമെന്ന് ഞങ്ങൾ വാദിക്കുമ്പോൾ അത് ശരിയല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിരിക്കാം നിങ്ങളുടെ വാദമാണ്. പക്ഷേ കാളികണ്ഠം മഹല്ലിലും തിരൂരങ്ങാടി മഹല്ലിൽ നിശ്ചയിച്ച കാളിയെ അംഗീകരിക്കുന്ന പതിവുണ്ട്, പരമ്പരാഗതമായി ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് മതി. തുഹഫന്റെ ഇബാറത്ത് വായിച്ച് അർത്ഥം വെക്കാൻ പേടിയാണെങ്കിൽ വേണ്ട, വ്യവസ്ഥ മലയാളത്തിലല്ലേ, അതെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ സഹോദര? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചു, മുവല്ലി ഉണ്ടാവേണ്ടത് തൗലിയത്ത് നടത്തുന്ന സ്ഥലത്താണ്. അവിടെ തൗലിയത്തിന് മുവല്ലി ഉണ്ടായിട്ടുണ്ട്. അത് തബഇയ്യത്ത് നിലക്കാണ് കാളികണ്ഠത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കാളികണ്ഠം മഹല്ലിലെ കാളി എന്ന് പറയുന്നത് തിരൂരങ്ങാടി കാളി തന്നെയാണ്. അതല്ലാത്ത മറ്റൊരു കാളി എന്ന പേരിൽ ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്നാൽ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് അതൊരിക്കലും കാളിയാവുകയില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ചത് കാളിയല്ല. അതിന് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല, ഇമാമുകളുടെ പിന്തുണയില്ല, ഷാഫി ഫിഖ്ഹിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് സംസാരിക്കുന്നുണ്ട്. കാളികണ്ഠത്ത് പുതിയ കാളിയെ സംബന്ധിച്ചല്ല ചർച്ച ചെയ്യുന്നത്. തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളികണ്ഠത്തു കാളിയാണോ എന്നുള്ള ആ വിഷയത്തിൽ ഒതുങ്ങി മാത്രമേ സംസാരിക്കാവൂ. അതേ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ ഒന്നുകൂടി വായിച്ചു നോക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, കാളികണ്ഠത്തുകാർ തിരൂരങ്ങാടി നിയമിക്കുന്ന ഏത് കാളിയെയും അംഗീകരിക്കുന്ന പാരമ്പര്യം വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഇല്ല, ആ വാദം ശരിയല്ല. നിങ്ങൾ എഴുതി തന്ന വാദത്തിന്റെ അടി മുതൽ മുടി വരെ ശരിയല്ല. അതിൽ പറഞ്ഞ മുഴുവൻ ഖൈദുകളും അതിന്റെ മുഖയ്യദുകളും ഒന്നും തന്നെ അതിൽ പറഞ്ഞ ആദ്യ ഭാഗവും ശരിയല്ല. ആ വ്യവസ്ഥയിലെ വാദത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഭാഗവും ശരിയല്ല. പിന്നെ ഞങ്ങൾ ആ വാദം അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പാരമ്പര്യം അംഗീകരിച്ചിട്ടില്ല. തിരൂരങ്ങാടിയിൽ നിയമിക്കുന്ന ഏത് കാളിയും കാളികണ്ഠത്തുകാർ അംഗീകരിക്കാറുള്ള പാരമ്പര്യം അവിടെ ഉണ്ട് എന്നുള്ളതിലേക്ക് ആ ചരിത്രപരമായ തെളിവ് നിങ്ങളാണ് ഹാജരാക്കേണ്ടത്. ഞങ്ങൾ ആ പാരമ്പര്യം അംഗീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ആ വാദം ശരിയല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. കാളികണ്ഠം മഹല്ലിൽ ഖാദിയെ നിയമിക്കാൻ അധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട ഖാദി കാളികണ്ഠത്തു ഖാദിയാണ് എന്നതിന് ശാഫിഈ മദ്ഹബിൽ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് തുഹ്ഫയുടെ ഇബാറത്ത് തെളിവല്ല. തുഹ്ഫയുടെ ഇബാറത്ത് യുശ്തറതു തഅയീനു മാ യുവല്ലാ ഫീഹി, ഖാദിയെ നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങളെ എല്ലാം നിർണയിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് അതിൽ തബഇയ്യത്ത് കൊണ്ട് നിർണിതമാകുന്ന സ്ഥലങ്ങളും പെട്ടോ, അല്ലെങ്കിൽ അസ്ലിയത്ത് കൊണ്ട് നിർണയിക്കേണ്ടുന്ന സ്ഥലങ്ങളും പെട്ടോ. എന്നാൽ അതിൽ നിന്ന് തബഇയ്യത്ത് കൊണ്ട് നിർണിതമാകുന്ന സ്ഥലങ്ങളെ തഅയീൻ ചെയ്യേണ്ടതില്ല. നിയമിക്കുന്ന സ്ഥലങ്ങളെ തഅയീൻ ചെയ്യണം. ആരാണ് നിയമിക്കേണ്ടത്? നിയമിക്കാൻ അധികാരമുള്ളവരാണ് ഖാദിയെ നിയമിക്കേണ്ടത് എന്നത് ഫിഖ്ഹിന്റെ അടിസ്ഥാനപരമായ വിഷയമല്ലേ? ആ വിഷയത്തെ പരിഗണിച്ചുകൊണ്ടല്ലേ ആ ഇബാറത്തിന് അർത്ഥം വെക്കേണ്ടത്. യുശ്തറതു തഅയീനു മാ യുവല്ലാ ഫീഹി. ഞാൻ ചോദിച്ചു കാര്യമായി തുഹഫ അർത്ഥം വെക്കണം, വായിച്ച അർത്ഥം വെച്ചില്ല. പദാനുപദ അർത്ഥം വെക്കണം. അപ്പൊ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ അർത്ഥം വെക്കാതെ കടന്ന് ഉരുളുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. തുഹഫയിൽ പറഞ്ഞത് ഒരു നാടിനെ മറ്റൊരു നാട് തിരൂരങ്ങാടിയോട് പരമ്പര പിന്തുണച്ചുകൊണ്ട് അതിനെ പിൻപറ്റി പോരുന്ന സമ്പ്രദായം കാളികണ്ഠം മഹല്ലിൽ ഉണ്ടെങ്കിൽ ഈ തൗലിയത്തിന്റെ കാളിയെ നിയമിക്കുന്ന വിഷയത്തിൽ ഉണ്ടെങ്കിൽ
ആ തിരൂരങ്ങാടി കാളിയുടെ നിയമനത്തിൽ കാളികണ്ഠം മഹല്ലുകൂടി പ്രവേശിച്ചു കഴിഞ്ഞു. തുഹഫയാണ് പറയുന്നത്, വ്യക്തമാണിത്. ഇങ്ങനെ അർത്ഥം വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നിട്ട് പറയുന്നത് എന്താ? മൂപ്പര് വീണ്ടും മറ്റേ ആൾ ചോദിച്ച ചോദ്യം വിട്ടിട്ട് മൂപ്പര് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോയി. നിങ്ങളിത് മറക്കരുത്. ഇനി മറ്റേ ആൾ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ പറയും ഞാൻ മറ്റേ ആൾ പറഞ്ഞത് തന്നെ പറഞ്ഞത്. അല്ല, അതൊക്കെ ആകെ മാറിക്കണ്, നിങ്ങളാകെ പുറത്തം വിട്ടുകണ്, അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. ഇത് രണ്ടും രണ്ടാണ് സഹോദര. ഇതിൽ പറയുന്നത് ദഖലത്ത് തബഅല്ലഹ, ഞങ്ങൾ പറയുന്നു തുഹഫ പറയുന്നത് കാളികണ്ഠത്ത് ഈ നാട്ടുകാരുടെ പ്രാതിനിധ്യം ഇല്ലാതെ എങ്ങനെയാണ് അവിടെ കാളിയാവുക? അതേ തുഹഫ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, വർത്തമാനം പറഞ്ഞാൽ തിരിയില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കണം നിങ്ങൾ. തബഅല്ലഹ, എങ്ങനെയാണ് അതിൽ പ്രവേശിക്കുന്നതെന്നോ അവിടെ കാളിയാകുന്നതെന്നോ? തബഅല്ലഹ തബഅല്ലഹ തബഅല്ലഹ, ആ നാടിനോട് താബിയായിട്ടാണ്, അതിനോട് പിൻപറ്റിക്കൊണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത് അവഗണിക്കരുത്. ഇബ്നുൽ ഹജർ അൽ ഹൈതമിയുടെ തുഹഫ നിങ്ങൾ വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല, അർത്ഥം വെച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? ഞങ്ങൾ ഈ വിഷയം അംഗീകരിച്ചിട്ടില്ല. നിങ്ങളത് പറയണം, ഞങ്ങൾക്ക് അറിയാം അത് നിങ്ങൾ പറയുന്നു. പരമ്പരാഗതമായി തിരൂരങ്ങാടി കാളികണ്ഠം മഹലിലുള്ള ഏതൊരു കഴിഞ്ഞു പോയ ആളുകളാവട്ടെ, വയസ്സായവരാവട്ടെ, അല്ലാത്തവരാവട്ടെ, ആര് ചോദിച്ചാലും അവരൊക്കെ പറയും കാളികണ്ഠം മഹലിലെ കാളിയാരാണ്? തിരൂരങ്ങാടി കാളി. കാളികണ്ഠം മഹലിലെ കാളിയാരാണ്? ഞങ്ങളെ കാളിയാരാ? തിരൂരങ്ങാടി കാളി. അവിടെ ഒരു തൗലിയത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. പക്ഷേ ഇതിന് ചോദ്യ സമയം അല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ചോദ്യ സമയം വരട്ടെ. ചോദ്യങ്ങളുടെ മാലപ്പടക്കത്തിന് ഇവിടെ തിരികൊളുത്താൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളുടെ ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. കാളികണ്ഠത്ത് പ്രാതിനിധ്യമില്ലാത്ത ആളുകളുടെ പ്രാതിനിധ്യമില്ലാതെ എങ്ങനെയാണ് തിരൂരങ്ങാടി കാളികണ്ഠത്ത് കാളിയാവുക എന്നാണ്. അതിനാണ് ഞാൻ പറയുന്നത്. ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു തബഅല്ലഹ തബഅല്ലഹ തബഅല്ലഹ. ഈ തബഇയ്യത്ത് എന്ന് പറയുന്നത് തഅയീനിലേക്കല്ല സഹോദര, അത് തൗലിയത്തിലേക്കാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ തബഇയ്യത്ത് എവിടെ? എന്താണ് പിന്നെ ഈ തബഇ എന്ന് പറഞ്ഞത്? അവിടെയും കാളിയെ നിശ്ചയിക്കുന്നു, ഇവിടെയും കാളിയെ നിശ്ചയിക്കുന്നു. പിന്നെ എവിടെ തബഇയ്യത്ത്? നിങ്ങൾക്ക് തബഇയ്യത്തും തിരിയുന്നില്ല, തൗലിയത്തും തിരിയുന്നില്ല. നിങ്ങൾ ആകെ കടന്ന് തിരിയുകയാണോ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് സമയമായിട്ടില്ല. അത് സംവാദത്തിന്റെ അവസാന സമയമാകുമ്പോഴേക്ക് ആകെ തിരിഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ പറയുന്ന വിഷയം തിരിയാൻ തുടങ്ങണം. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനൊരു തിരൂരങ്ങാടി കാളി നിയമനത്തിൽ കാളികണ്ഠത്തുകാരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കുന്ന കാളിയെ അംഗീകരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പ്രാതിനിധ്യമില്ലാതെ നിയമിക്കപ്പെട്ട കാളിയെ അംഗീകരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾ പറയണം അവിടെ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല. അത് ആളുകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് ആധികാരികമായ തെളിവല്ല. അങ്ങനെ ഇവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളികണ്ഠത്തെ കാളിയാണെന്നവർ അംഗീകരിച്ചിരുന്നു എന്നുള്ളതിനിക്ക് ഏതെങ്കിലും ഒരു ചരിത്രപരമായ തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. രണ്ടാമതായിട്ട് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കാളികണ്ഠം മഹല്ലിൽ കാളിയെ നിയമിക്കാൻ അധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടി നിയമിക്കപ്പെട്ട കാളികണ്ഠത്തു കാളിയാണ് എന്നതിന് ശാഫിഈ മദ്ഹബിൽ നിന്ന് നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാനുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് തുഹ്ഫയുടെ ഇബാറത്ത് അതിന് മറുപടിയല്ല. എന്താണ് തുഹ്ഫയുടെ ഇബാറത്തിൽ പറഞ്ഞത്? യുസ്തറത്തു തഅയീനു മാ യുവല്ലാ ഫീഹി, ഖാദിയെ നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സ്ഥലങ്ങളെ എല്ലാം നിർണയിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമിക്കുന്നവനിക്ക് നിയമനാധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് ഖാദിയെ നിയമിക്കാവൂ. തിരൂരങ്ങാടിക്കാർക്ക് കാളികണ്ഠത്ത് ഖാദിയെ നിയമിക്കാൻ അധികാരമില്ല. അങ്ങനെയാകുമ്പോൾ നിയമിക്കാൻ അധികാരമില്ലാത്തപ്പോ നിയമനാധികാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എവിടേക്കാണോ നിയമിക്കുന്നത് അവിടുത്തെ ഈനാക്കണമെന്ന് പറഞ്ഞതിൽ നിന്ന് തബഅല്ലഹ എന്ന് പറയുന്ന ആ തബഇയ്യത്ത് മുത്തരിതായ പ്രദേശങ്ങളെ തഅയീൻ ചെയ്യേണ്ടതില്ല, തഅയീൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യുകയാണ്. നിങ്ങളും സംസാരിക്കരുത്, പറയുന്നത് കേൾക്കണം. ഇസ്തിസ്നയുടെ നിയമം ഒന്ന് പഠിക്കണം. മുസ്തസ്നാ മിൻഹുവിൽ പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തബഇയ്യത്ത് മുത്തരിതായ സ്ഥലങ്ങളെ തഅയീൻ ചെയ്യേണ്ടതില്ല, നിർണയിക്കേണ്ടതില്ല. അത് തബഇയ്യത്ത് കൊണ്ട് സ്വയം നിർണിതമായതുകൊണ്ട് ഇനി പ്രത്യേകം നിർണയിക്കാതെ തന്നെ ആ നിയമനാധികാരമുള്ള പ്രദേശങ്ങളിൽപ്പെട്ട ആ പ്രദേശം പ്രവേശിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സഹോദരൻ തുഹഫിന്റെ ഇബാറത്ത് അവസാനം വായിച്ചില്ല, അപ്പോഴും ആദ്യ ഭാഗം വായിച്ചിട്ടാണ് ഉരുളുകയാണ് ചെയ്തത്. തുഹഫ ശരിക്ക് വായിച്ചാൽ മനസ്സിലാകും സഹോദര, നിങ്ങൾക്ക് മനസ്സിലാക്കണം. യുസ്തറത്തു തഅയീനു മാ യുവല്ലാ ഫീഹി, നിശ്ചയിക്കേണ്ടുന്ന സ്ഥലത്തെ ക്ലിപ്തപ്പെടുത്തൽ നിജപ്പെടുത്തൽ ഷർത്താണ്, നിബന്ധനയാണ്. പക്ഷേ ഇനി തറദ ഉറുഫുൻ ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയത്തിഹാ,
ഫീ തൗലിയത്തിഹാ. എന്താ നിങ്ങളത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത്? അത് വായിച്ച അർത്ഥം വെക്കണം സാധാരണക്കാരുടെ മുമ്പിൽ. ആ ഖാലി നിയമനത്തിന്റെ കാര്യത്തിൽ അവിടെയാണ് ഉർഫ് മുത്തരിതായിട്ടുള്ളത്, പാരമ്പര്യം നിലനിൽക്കുന്നത്. തിരൂരങ്ങാടിയിൽ നിശ്ചയിച്ച വിഷയത്തിൽ ഇവിടെയുള്ള ഖാലിയെയും ഈ പിൻപറ്റുന്ന ശൈലി അത് മുത്തരിതായി, അത് പരമ്പരാഗതമായി വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ദഖലത്ത് തബഅല്ലഹ, കാളികണ്ഠം മഹല്ലിൽ പ്രവേശിക്കും. തബഅല്ലഹ, ഈ തൗലിയത്തിനോട് താബിയായിട്ട് ആ തൗലിയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് സഹോദര തുഹിഫ പറയുകയാണ്. അത് നിങ്ങൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ കാളികണ്ഠത്തെ ആളുകളുടെ പ്രാതിനിധ്യം ഇല്ലാതെ ഇവിടെ എങ്ങനെയാണ് കാളിയാകുന്നത്? അത് വലിയൊരു ചോദ്യമാണ് ഞാൻ കരുതി വെച്ചിട്ടുള്ളത്. സഹോദര, മുവല്ലി വേണം. ഞാൻ പറഞ്ഞു മുവല്ലി വേണ്ടത് തൗലിയത്ത് ഉള്ള സ്ഥലത്താണ്. തൗലിയത്തുള്ളത് അടിസ്ഥാന മഹല്ലായ തിരൂരങ്ങാടിയിലാണ്. അവിടെ മുവല്ലിയുണ്ട്. പിന്നെ കാളികണ്ഠത്ത് എങ്ങനെയാണ് ഇത് കാളിയാകുന്നത്? തബഅല്ലഹ, തബഅല്ലഹ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അവിടെ തൗലിയത്ത് വേണ്ട. അവിടെ ഇനി വേറൊരു കാളികണ്ഠ മഹല്ലിൽ വേറൊരു കാളിയെ, വേറൊരു തൗലിയത്തിന്റെ ആവശ്യമില്ല, വേറൊരു മുവല്ലിയുടെ ആവശ്യമില്ല എന്നാണ്. അല്ലാതെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, പിന്നെ ഈ തബഅയ്യത്തിന് എന്താ അർത്ഥമുള്ളത്? തൗലിയത്ത് അവിടെയും വേണം ഇവിടെയും വേണം. പിന്നെ എന്താണ് ഈ തബഅയ്യത്തിന് അർത്ഥമുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ശരിക്കും തുഹിഫന്റെ ഇബാറത്ത് നിങ്ങൾക്ക് ഇപ്പൊ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. തബഅയ്യത്ത് കൊണ്ട് കാളിയാകാൻ പ്രാതിനിധ്യം വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, തബഅയ്യത്ത് കൊണ്ട് കാളി ആവുന്ന സ്ഥലത്ത് ആ നാട്ടുകാരുടെ പ്രാതിനിധ്യം വേണമെന്ന് തുഹിഫയിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ടത്. ആ ഭാഗം ഒന്ന് വായിക്കണം നിങ്ങൾ. തബഅയ്യത്തിന്റെ അവിടെയും ഈ പറയുന്ന തൗലിയത്ത് വേണമെന്ന്, മുവല്ലി വേണമെന്ന് പറഞ്ഞ ഭാഗം തുഹിഫയിൽ നിന്ന് നിങ്ങൾ വായിക്കണം. നിങ്ങൾ വെറുതെ പറഞ്ഞത് കൊണ്ടായില്ല. നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുന്നില്ല. നേരത്തെ ചോദിച്ച ആള്, ആകാവശനായ ആൾ കുഴഞ്ഞു. ചോദ്യങ്ങൾക്ക് മറുപടി അങ്ങ് ചെന്നപ്പോ മൂപ്പർക്ക് പൂതി തീർന്നു. അപ്പൊ അയാൾ തന്നെ വീണ്ടും എഴുന്നേറ്റിരിക്കുകയാണ്. പക്ഷെ എന്തു ചെയ്യാൻ, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. എന്നിങ്ങനെ പറഞ്ഞത് കൊണ്ടായില്ല. അതിന്റെ അപ്പുറം വായിക്കണം. വായിച്ചിട്ട് ഇബാറത്ത് ഹല്ല് ചെയ്ത് അർത്ഥം വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്നത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിൽ, ഇമാം മുഹമ്മദ് റംലി, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് റംലി, നിഹായത്തുൽ മുഹ്താജിൽ, മുഗ്നിൽ മുഹ്താജിൽ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ആശയമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വക സ്വന്തം ഒരു ഇബാറത്തല്ല, പൂർവീകരായി പാരമ്പര്യമായി പഠിപ്പിച്ചു തന്ന, പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ആശയമാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോഴും ചോദ്യത്തിന് മറുപടി തന്നിട്ടില്ല. തുഹഫയുടെ ഇബാറത്ത് ഞങ്ങൾ ഹല്ല് ചെയ്തു തന്നിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. തുഹഫയുടെ ഇബാറത്തിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അധികാരമില്ലാത്തവർ തൗലിയത്ത് ചെയ്താൽ അത് തബഇയ്യത്ത് കൊണ്ട് ആ സ്ഥലത്ത്, തബഇയ്യത്തുള്ള സ്ഥലത്ത് കാലിയാകുമെന്ന് എവിടെയാണ് തുഹഫയുടെ ആ ഇബാറത്തിൽ പറഞ്ഞത്? പിന്നെ തൗലിയത്ത്, തബഇയ്യത്തുള്ള സ്ഥലത്ത് തൗലിയത്തിന് അധികാരമുണ്ടായിരിക്കണം എന്ന് തുഹഫയിൽ എവിടെ പറഞ്ഞത്? ആ ഇബാറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യുസ്തറതു തഅയീനു മാ യുവല്ല ഫീഹി. ഖാദിയെ എവിടെയാണോ നിയമിക്കപ്പെടുന്നതെങ്കിൽ ആ സ്ഥലങ്ങളെ എല്ലാം നിർണയിക്കണം. നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങളെ എല്ലാം നിർണയിക്കണം എന്ന് പറയുമ്പോ ആരാണ് നിയമിക്കേണ്ടത്? അത് തുഹഫയുടെയും മുഗ്നിയുടെയും നിഹായുടെയും എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. മുവല്ലി, മുവല്ലി എന്ന് പറഞ്ഞാൽ നിയമിക്കാൻ അധികാരമുള്ളവനായിരിക്കണം. അധികാരമുള്ള സ്ഥലങ്ങളിൽ ഖാദിയെ നിയമിക്കുമ്പോൾ എവിടെയൊക്കെ നിയമിക്കുന്നുവോ അവിടെയങ്ങളെ എല്ലാം നിർണയിക്കണം. ആ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന്, അധികാരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തബഇയ്യത്ത് മുത്തരിദായ സ്ഥലങ്ങളെ ഇസ്തിസ്ന ചെയ്യുകയാണ് ശേഷം തുഹഫ ചെയ്യുന്നത്. പക്ഷേ അധികാരമുള്ള പ്രസ്തുത പ്രദേശങ്ങളിൽ നിന്ന് ചില നാടുകൾ മറ്റു ചില നാടുകളോട് താബിആവൽ കൊണ്ട് ഉർഫ് മുത്തരിദായി വന്നാൽ ആ സാഹചര്യത്തിൽ അപ്പൊ അധികാരമുള്ള മുവല്ലി അവിടെയുണ്ട്. അധികാരമുള്ള മുവല്ലി അവിടെയുള്ള ഇബാറത്താണ് ആ ഇബാറത്ത്. മുവല്ലി ഇല്ലാതെ തബഇയ്യത്ത് കൊണ്ട് കാലിയാകുമെന്ന് ആ ഇബാറത്തിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് എന്തേ മറുപടി തരായിനത്? വിട്ടോ? അത് മറന്നോ? കാളികണ്ഠം മഹല്ലിന്റെ പ്രാതിനിധ്യമില്ലാതെയും തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെടുന്ന ഏത് ഖാദിയെയും അംഗീകരിച്ചു പോരുന്ന പാരമ്പര്യം കാളികണ്ഠത്തുകാർക്കുണ്ട് എന്ന് നിങ്ങളാണ് വാദത്തിൽ വാദിച്ചിട്ടുള്ളത്. ആ വാദം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? രേഖയുടെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം, കാളികണ്ഠം മഹല്ലിൽ ഖാദിയെ നിയമിക്കാൻ അധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട ഖാദി കാളികണ്ഠത്തു ഖാദിയാണ് എന്നുള്ളതിലേക്ക് ശാഫിഈ മദ്ഹബിൽ നിന്ന് വല്ല തെളിവും നിങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ടോ? ശാഫിഈ മദ്ഹബിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരെണ്ണം അധികം കാണുന്നുണ്ട്. 3 വീതം വീഡിയോ ക്യാമറകളാണ് 2 വിഭാഗത്തിലൂടെ ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
നാലാമത്തെ ക്യാമറ ഏത് വിഭാഗമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുമില്ല, അത് നിർത്തി വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുമ്പോൾ സദസ്സ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതോ നിരാശപ്പെടുത്തുന്നതോ തരത്തിലുള്ള പ്രതികരണം യാതൊരു കാരണവശാലും, അത് ചെറിയാണെങ്കിലും കയ്യടിയാണെങ്കിലും തലയാട്ടി പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിലും അത് അനുവദിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. അതിന് വിരുദ്ധമായ സമീപനം നേരത്തെ കണ്ടിട്ടുണ്ട്, ഇനി ആവർത്തിക്കരുത്. എൻ്റെ സഹോദരൻ വളരെ വിഷമിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു ഒപ്പിച്ചത്. പക്ഷെ ഈ പറഞ്ഞത് മുഴുവൻ അബദ്ധമാണ്. സഹോദരനോട് ഞാൻ തുഹിഫയുടെ ഇബാറത്ത് അർത്ഥം വെക്കാൻ പറഞ്ഞു, ഇതുവരെയും വെച്ചിട്ടില്ല. ഞാൻ യുസ്തറത്തു തഅയീനുമായുവല്ലാ ഫീഹി എന്നിങ്ങനെ വെക്കും, അതിനപ്പുറമാണ് വെക്കട്ടെ. എന്താണ് ആ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വെച്ചു തരാം, കേട്ടോളൂ. യുസ്തറത്തു തഅയീനുമായുവല്ലാ ഫീഹി, ഖാളിയെ നിയമിക്കുന്ന സ്ഥലത്തെ നിർണയിച്ചു കൊടുക്കൽ നിബന്ധനയാണ്. എന്നിട്ട് പറയുന്നു നഅം, പക്ഷേ ഇനി തറദ ഉർഫുൻ ബിതബഇയത്തി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയത്തിഹാ, തൗലിയത്തിൽ ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യം പിൻപറ്റൽ തബഇയത്തുണ്ടാവൽ പരമ്പരാഗതമായി നിലനിൽക്കുകയാണെങ്കിൽ ദഖലത്ത് തബഅല്ലഹ ഫീ തൗലിയത്തിഹാ എന്ന സഹോദര പറഞ്ഞിട്ടുള്ളത്. തൗലിയത്തിൽ തബഇയത്ത് എന്നാണ്, തബഇയത്തുണ്ടാവലെന്ന, അല്ലാതെ ഫീ തഅയീനി എന്നല്ല. നിങ്ങൾ വളരെ 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 താഴ്ന്നുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് തൗലിയത്തിലല്ല, തൗലിയത്ത് അവിടെയും വേണം ഇവിടെയും വേണം എന്നാണെങ്കിൽ ഈ തബഇയത്ത് എന്ന് പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 10 മഹല്ലിലെ കാളിമ, 10 മഹല്ലിലെ അഹ്ലുൽ അലി വൽ അഖദിന്റെ ആളുകൾ വന്നുകൊണ്ട് കാളിയോട് പറയാണ്, തഴീനാക്കണ്ടല്ലോ, തൗലിയത്ത് വേണമല്ലോ, ഞങ്ങൾ നിങ്ങളെ കാളിയാക്കി. മറ്റേയാളും വന്നു, ഞങ്ങൾ നിങ്ങളെ കാളിയാക്കി, ഞങ്ങൾ നിങ്ങളെ കാളിയാക്കി. എവിടേക്ക് ആർക്കും അറിയില്ല. എന്തൊരു വിഡ്ഢിത്താണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ തീരെ ചിന്തിക്കാതെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് മഹാ അബദ്ധമാണ്. ഞങ്ങൾ നിങ്ങളെ കാളിയാക്കി, എവിടെ? സ്ഥലം പറയൽ ഷർത്തില്ല, പിന്നെ കാളിയാക്കി എന്ന് പറയൽ നിബന്ധനയുമാണ്. തിരിയോ സഹോദര, എന്ത് വിഡ്ഢിത്താണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുള്ള മസ്അല നിങ്ങൾ പഠിക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നഅം ഇനി തറദ ഉർഫുൻ ബിതബഇയത്തി ബിലാദിൻ, അർത്ഥം നിങ്ങൾ ഇതുവരെയും വെച്ചിട്ടില്ല. അത് വെക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു നാട് മറ്റൊരു നാടിനോട് പിൻപറ്റുന്നൽ കൊണ്ട് ഉർഫ് മുത്തരിതായാൽ, പരമ്പരാഗതമായി നിലനിൽക്കുന്നതായാൽ, എന്ത് വിഷയത്തിൽ? ഈ തൗലിയത്തിന്റെ വിഷയത്തിലാണ് പാരമ്പര്യമുള്ളത്, അല്ലാതെ തഅയീനിന്റെ വിഷയത്തിലല്ല സഹോദര. അവിടെ നടത്തിയ തൗലിയത്തിൽ ഇവിടെ പിൻപറ്റലുണ്ട് എങ്കിൽ ദഖലത്ത് തബഅല്ലഹ, ഈ നാട് ആ നാടിന്റെ പിന്നിൽ, ആ നാടിന്റെ തൗലിയത്തിൽ പ്രവേശിക്കും. തബഅല്ലഹ, ഇതിനോട് താബിയായിട്ട് അവിടെ മുവല്ലി വേണമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടേ ഇല്ല. അവിടെ തൗലിയത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഈ തബഇയത്തുള്ള മഹല്ലിൽ അവിടെ മുവല്ലി വേണമെന്ന് ഇമാം ഇബ്നു ഹജർ എന്നല്ല ലോകത്ത് ഒരൊറ്റ ഗ്രന്ഥവും പറഞ്ഞിട്ടില്ല. ഇമാം ഹതീബ് ശിർബീനി മുഗ്നിയിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ആ തബഅ നിരക്കാണ് അവിടെ പ്രവേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ പറഞ്ഞു പരമ്പരാഗതമായി കാളികണ്ഠം മഹല്ലിൽ തിരൂരങ്ങാടി കാളിയെ അംഗീകരിച്ചു പോരുന്ന പതിവാണ്, ശൈലിയാണുള്ളത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ചോദ്യം അത് നിങ്ങൾ തെളിയിക്കണമെന്നാണ്. അത് ആ നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ചോദ്യം അവിടെ തൗലിയത്ത് കൊണ്ടാണത് എങ്കിൽ അതും നിങ്ങൾ തെളിയിക്കണം. തുഹ്ഫയുടെ ഇബാറത്തിൽ ഞങ്ങൾ ഹല്ല് ചെയ്ത്, ഞങ്ങൾ ഉത്തരം പറയുന്ന ആൾക്കാരല്ല, നിങ്ങളാണ് ഹല്ല് ചെയ്യേണ്ടത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹല്ല് ചെയ്തു തരാം. യുസ്തറത്തു തഅയീനു മാ യുവല്ലാ ഫീഹി, ഖാദിയെ നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങളെ എല്ലാം നിർണയിക്കൽ ഷർത്താണ്. എല്ലാം എന്ന് പറയുന്നത് ആമായ ലഫ്ളാണ്. അതിൽ തബഇയത്ത് മുത്തരിദായ സ്ഥലങ്ങളും പെട്ടോ, തബഇയത്ത് മുത്തരിദല്ലാത്ത അസ്ലിയായ തൗലിയത്തിന്റെ സ്ഥലങ്ങളും പെട്ടോ, തബഇയായ തൗലിയത്തിന്റെ സ്ഥലങ്ങളും പെട്ടോ. അസ്ലിയായ തൗലിയത്താവട്ടെ, തബഇയായ തൗലിയത്താവട്ടെ, അവിടെ മുവല്ലി വേണ്ട എന്നവിടെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിയമിക്കുന്നവനിക്ക് അധികാരമില്ലാത്ത സ്ഥലത്തേക്ക് തബഇയത്ത് കൊണ്ട് ഖാദിയാകുമെന്ന് ആ ഇബാറത്തിൽ പറഞ്ഞിട്ടില്ല. ആ ഇബാറത്തിന്റെ പക്ഷേ എന്ന് പറയുന്ന ഇസ്തിദ്റാക്കിന്റെ ലഫ്ളാണ്. പണ്ഡിതന്മാർക്ക് അതറിയാം. അത് എന്തിൽ നിന്ന് എന്തിനെയാണ് പുറത്താക്കുന്നത്? അധികാരമുള്ള പ്രദേശങ്ങളിൽ നിന്ന്. തബഇയത്ത് മുത്തരിദായ സ്ഥലങ്ങളെ പിന്നെ നിർണയിച്ചു കൊടുത്തേണമെന്നില്ല. ദഖലത്ത് തബഅല്ലഹ, ആ തൗലിയത്തിനോട് താബിയായിട്ട് ഇത് പ്രവേശിച്ചതുകൊണ്ട് ഇനി തഅയീൻ വേണ്ടതില്ല. പക്ഷേ തബഇയത്ത് മുത്തരിദായ സ്ഥലങ്ങൾ
നിയമനങ്ങൾ അധികാരമുള്ള പ്രദേശങ്ങളുടെ വ്യാപ്തിയിൽ പെട്ടതായതുകൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? മുസ്തസ്നാ മിൻഹുവിന്റെ ബഅദല്ലേ മുസ്തസ്നാ ബിഹി, ആ ഖായിദ നിങ്ങൾ ഓർമ്മിക്കേണ്ടതല്ലേ എന്ന് ഞാൻ നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ചോദിച്ച 2 ചോദ്യത്തിനും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ആൾക്കാരങ്ങനെ പറയുന്നുണ്ട്, ആൾക്കാരങ്ങനെ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ തെളിയിക്കണം. ആൾക്കാരങ്ങനെ പറയുന്നില്ല. കാളികണ്ഠം മഹലിന്റെ പ്രാതിനിധ്യമില്ലാതെ, പ്രാതിനിധ്യമുള്ള നിയമനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പ്രാതിനിധ്യമില്ലാതെയും തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെടുന്ന ഏതു കാളിയെയും അംഗീകരിക്കുന്ന പാരമ്പര്യം കാളികണ്ഠത്തുകാർക്കുണ്ട് എന്ന് നിങ്ങൾ ചരിത്രപരമായിട്ട് രേഖകളെ കൊണ്ട് നിങ്ങൾ തെളിയിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ മറുപടി പറയാത്തത് കൊണ്ടാണ് ആവർത്തിക്കേണ്ടി വരുന്നത്. കാളികണ്ഠം മഹലിൽ കാളിയെ നിയമിക്കാൻ അധികാരപ്പെട്ടവരുടെ പ്രാതിനിധ്യമില്ലാതെ തിരൂരങ്ങാടിയിൽ നിയമിക്കപ്പെട്ട കാളി കാളികണ്ഠത്തു കാളിയാണ് എന്നതിന് ശാഫിഈ മദ്ഹബിൽ വല്ല രേഖയുമുണ്ടോ? തുഹ്ഫയുടെ ഇബാറത്തിൽ കാളികണ്ഠം മഹലിൽ കാളിയെ നിയമിക്കാൻ അധികാരമില്ലാത്തവരല്ല നിയമനം നടത്തിയിട്ടുള്ളത്. സഹോദരാ, കാളികണ്ഠം മഹല്ല് എന്ന തബഴിയത്ത് കൊണ്ട് കാളിയായ സ്ഥലത്ത് അവിടെ ഈ തൗലിയത്ത് വേണമെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ആവർത്തിച്ചു പറഞ്ഞത് തുഹഫ പറഞ്ഞത് നഅം ഇഷ്തറത്തു തഅയീനു മാ യുവല്ലാ ഫീഹി എന്നാണ് വലിയ കാര്യത്തിൽ പറഞ്ഞത്. മാ യുവല്ലാ ഫീഹി തൗലിയത്ത് ചെയ്യപ്പെടുന്ന സ്ഥലം അത് മുത്തരിദായാലും അല്ലെങ്കിലും ഒക്കെ തഅയീൻ ചെയ്യൽ ഷർത്താണ് എന്ന് പറഞ്ഞു. അതെ, എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് വായിക്കണം. നഅം, പക്ഷേ സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ഉർഫ് മുത്തരിദായടത്ത് ഇതിന്റെ ആവശ്യമില്ല. ദഖലത്ത് തബഅല്ലഹ, താബിയായിട്ട് തബഇയ്യത്ത് കൊണ്ട് തന്നെ കടക്കും, ആ നാടിന്റെ തൗലിയത്തിൽ പ്രവേശിക്കുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, തബഇയ്യത്ത് കൊണ്ട് കാളിയായ സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കണം. തബഇയ്യത്ത് കൊണ്ട് കാളിയായ സ്ഥലത്ത് അവിടെ തൗലിയത്ത് വേണമെന്ന് പറഞ്ഞ ശാഫി ഫിഖ്ഹിലെ ഒരൊറ്റ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അപ്രകാരം പറഞ്ഞിട്ടില്ല, രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുകയുമില്ല. നിങ്ങൾ വെറുതെ ഉരുണ്ട് പറഞ്ഞത് കൊണ്ടായില്ല. തബഇയ്യത്ത് കൊണ്ട് കാളിയായ ഇടത്ത് തൗലിയത്ത് വേണം, അവിടെ പ്രാതിനിധ്യം വേണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം പറഞ്ഞത് കാളികണ്ഠത്ത് അവിടെ പരമ്പരാഗതമായി നിലനിൽക്കുന്നത് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ പറഞ്ഞു കാളികണ്ഠത്ത് തബഇയ്യത്തല്ലാത്തൊരു പാരമ്പര്യം ഇല്ല. ഉണ്ടെങ്കിൽ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അല്ല, ഇന്ന തെളിവുകളെ കൊണ്ട് ഉണ്ട് എന്ന് സ്ഥാപിക്കണം നിങ്ങൾ. ഞങ്ങൾ ആ നാട്ടുകാരോടും ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് മുഴുവനും അറിയാം അവിടുത്തെ കാളിയാരാ, തിരൂരങ്ങാടിയിലെ കാളിയാണ്. ഇനി ആ തിരൂരങ്ങാടിയിലെ കാളിയാകുന്നതിൽ തൗലിയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളാണ് സ്ഥാപിക്കേണ്ടത്, നിങ്ങളാണ് തെളിയിക്കേണ്ടത്. അത് ഞങ്ങളുടെ മേത്തേക്ക് ഇട്ടത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് നിങ്ങൾ തെളിയിക്കണം. പിന്നെ മറ്റൊരു കാര്യം, തിരൂരങ്ങാടിയിൽ കാളികണ്ഠത്ത് കാളിയെ നിയമിക്കാൻ അധികാരമുള്ളവർ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞുപോയി. ഇന്നത്തെ കാളി മുഴുവനും തന്നെ ലറൂറത്തിന്റെ കാളിയാണ്. അധികാരം തന്നെ പ്രശ്നമേ ഇന്നില്ല. ഇന്ന് ഉള്ളത് തന്നെ അനുമതിയാണ്. ഇതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പ്രാതിനിധ്യം ഉണ്ടെങ്കിലേ അത് കാളിയാകൂ തബഇയ്യത്തിന്റെ അവിടെ എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ഇബാറത്ത് നിങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ചോദ്യം നിലനിൽക്കുന്നില്ല. നിങ്ങൾ ബദാഹത്തിന് വളരെ വ്യക്തമായ എല്ലാവർക്കും തിരിയുന്ന കാര്യത്തെയാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. തബഇയ്യത്ത് കൊണ്ട് കാളിയാകുന്ന സ്ഥലത്ത് അധികാരമുണ്ടാവണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഫീ തൗലിയത്തിഹാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ബോധപൂർവം മൂടിവെക്കുകയാണ്. തൗലിയത്തിന്റെ വിഷയത്തിൽ, തിരൂരങ്ങാടിയിൽ നിയമിച്ച വിഷയത്തിൽ, ആ നിയമനത്തിൽ തന്നെ ഇവിടത്തെ കാളിയും ഈ നാടും പ്രവേശിക്കും. ഇവിടെ ഇനി പുതിയ തൗലിയത്ത് വേണ്ടതില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, എന്നാണ് ഈ പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുള്ളത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു നാട്ടിന്റെ കാളികണ്ഠത്തെ പ്രാതിനിധ്യം, ആ താബിയായ നാട്ടിന്റെ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല.